ദൈവത്തിന്റെ അതിപരിശുദ്ധമാകുന്ന നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ലോകമെമ്പാടുമുള്ള എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരുന്നവനാകുന്ന ക്രിസ്തേശുവിന്റെ നിസ്തുല്യ നാമത്തിലെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ഒരിക്കൽ കൂടി മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനവുമായി നിങ്ങളുടെ മുമ്പിൽ കടന്നു വരുവാൻ സർവശക്തനാം ദൈവം എൻ്റെ ജീവിതത്തിൽ ഒരുക്കി തന്ന ഈ സാവകാശത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രാർത്ഥനയോടുകൂടി നിങ്ങൾ ദൈവസന്നിധിയിലായിരിക്കുന്നുവെങ്കിൽ തീർച്ചയായും ഇന്നത്തെ ദൈവവചന കേൾവി നമ്മുടെ ഏവരുടെയും ജീവിതത്തിൽ വലിയൊരു വിടുതലിനും ദൈവപ്രവർത്തിക്കും കാരണമാക്കി ദൈവം തീർക്കും. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായ ഒരു വേദഭാഗം വായിക്കാം. സങ്കീർത്തനം 116 അതിന്റെ 16ാമത് വാക്യം. 116 സങ്കീർത്തനം അതിന്റെ 16ാമത് വാക്യം. ഇവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: യഹോവേ, ഞാൻ നിന്റെ ദാസനാകുന്നു, നിന്റെ ദാസനും നിന്റെ ദാസിയുടെ മകനും തന്നെ. നീ എൻ്റെ ബന്ധനങ്ങളെ അഴിച്ചിരിക്കുന്നു. നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഒരു വേദഭാഗമാണ് ഇന്നത്തെ ചിന്തയ്ക്കായി നാം വായിക്കുവാനിടയായത്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്ന വിഷയം ഇതാണ്: എന്താണ് ബന്ധനം? ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ബന്ധനമുണ്ട് എങ്കിൽ എങ്ങനെ തിരിച്ചറിയുവാനായി കഴിയും? ഏതൊക്കെ വിധത്തിലാണ് ബന്ധിക്കുന്നത്? വേദപുസ്തകം വായിക്കുമ്പോൾ എത്ര തരത്തിലെ ബന്ധനങ്ങളെ കുറിച്ച് നമുക്ക് കാണുവാനായി കഴിയും? ഈ ബന്ധനങ്ങൾക്കകത്തു നിന്നും എങ്ങനെ വിടുതൽ പ്രാപിക്കുവാനായി കഴിയും? ഈ വിഷയത്തെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഇന്ന് കൊണ്ടുവരുവാൻ ദൈവനാമത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ പ്രാർത്ഥനയോടുകൂടെ ഇരിക്കുക. ബന്ധനങ്ങളെ അഴിക്കുന്ന ഒരു ദൈവത്തിൻ്റെയും ദൈവവചനത്തിൻ്റെയും മുമ്പാകെയാണ് നാം ആയിരിക്കുന്നത്. ഈ സന്ദേശം അവസാനിക്കുന്നതിന് മുന്നമേ ശത്രുവായവൻ നിങ്ങളെ ഏതൊക്കെ വിധത്തിൽ ബന്ധിച്ചൊതുക്കിയിട്ടുണ്ടെങ്കിലും ആ ഒതുക്കി വച്ചിരിക്കുന്ന മണ്ഡലത്തിൽ നിന്നും ഉയർത്തിക്കൊണ്ടുവരുവാൻ സർവശക്തനാം ദൈവം സ്വർഗം ചാഞ്ഞിറങ്ങി നിങ്ങളുടെ അരികിലേക്ക് കടന്നു വരും. വിശ്വാസത്തോടെ ദൈവസന്നിധിയിലായിരിക്കുക. പരിശുദ്ധനാം ദൈവം നിങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യുവാനായി പോകുന്നു. നമ്മൾ വായിച്ച വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധകളെ കൊണ്ടുവന്ന് ഇവിടെ ദൈവത്തിന്റെ ദാസനായിരിക്കുന്ന ദാവീദ് പറയുകയാണ്: ഞാൻ നിന്റെ ദാസൻ, നിന്റെ ദാസിയുടെ മകനും തന്നെ. നീ എൻ്റെ ബന്ധനങ്ങളെ അഴിച്ചിരിക്കുന്നു. അപ്പോൾ ദാവീദ് എന്താ പറയുവാൻ ഉദ്ദേശിക്കുന്നത്? ഞാൻ അങ്ങയുടെ ദാസനാണ്, എൻ്റെ അമ്മ അങ്ങയുടെ ദാസിയാണ്, ഞങ്ങൾ പൈതൃകപരമായി ദൈവത്തെ സേവിക്കുന്നവരാണ്, ആരാധിക്കുന്നവരാണ്, ഉപവസിക്കുന്നവരാണ്. എന്നാൽ എൻ്റെ ജീവിതത്തിൽ എന്തോ ഉണ്ടായിരുന്നു? ബന്ധനങ്ങൾ ഉണ്ടായിരുന്നു. ഉയർന്നു വരുവാൻ അനുവദിക്കാത്ത വിധത്തിൽ ഞാൻ എവിടെയൊക്കെയോ ഒതുക്കപ്പെട്ടു പോയി, എവിടെയൊക്കെയോ ഞാൻ ബന്ധിക്കപ്പെട്ടു പോയി. അഭിഷേകമുണ്ടായിരുന്നു, ദൈവകൃപയുണ്ടായിരുന്നു. എന്നാൽ ആരാധിക്കുന്ന, അഭിഷേകമുള്ള, പ്രാർത്ഥിക്കുന്ന എൻ്റെ ജീവിതം ഉയർന്നു വരുവാൻ അനുവദിക്കാത്ത വിധത്തിൽ എവിടെയൊക്കെയോ ഞാൻ ഒതുക്കപ്പെട്ട് ബന്ധിക്കപ്പെട്ടു പോയി. ആ ബന്ധനത്തെ ദൈവം അഴിച്ച് എന്നെ ഉയർത്തിക്കൊണ്ടുവന്നു എങ്കിൽ ഹല്ലേലൂയ, ദൈവത്തിന്റെ ആത്മാവ് ദൈവദാസനായിരിക്കുന്ന ദാവീദിലൂടെ നമ്മോട് പറയുവാൻ ആഗ്രഹിക്കുന്ന ദൈവത്തിന്റെ സന്ദേശം ഇതാണ്: നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണ്, നിങ്ങൾ ആരാധിക്കുന്നവരാണ്, നിങ്ങൾ ഉപവസിക്കുന്നവരാണ്. എന്നാൽ നിങ്ങളുടെയും ജീവിതത്തിൽ എവിടെയൊക്കെയോ ബന്ധനങ്ങൾ ഉയർന്നു വരുവാൻ കഴിയാത്ത വിധത്തിൽ എവിടെയൊക്കെയോ ഒതുക്കപ്പെട്ടു പോയ അവസ്ഥയിൽ നിങ്ങളും നിങ്ങളുടെ തലമുറകളും കിടക്കുന്നുണ്ടെങ്കിൽ പരിശുദ്ധനാം ദൈവം ഈ വചനത്തിലൂടെ നിങ്ങളോട് സംസാരിക്കുന്നു. ദാവീദിന് വേണ്ടി ഇറങ്ങി വന്ന ദൈവത്തിന്റെ കരം, ദാവീദിന് വേണ്ടി ഇറങ്ങി വന്ന ദൈവം നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരും. അവൻ നിങ്ങളെയും ബന്ധനങ്ങളെ അഴിക്കും, നിങ്ങളുടെയും തലമുറകളെ വിടുവിക്കും. ദൈവം ആഗ്രഹിക്കുന്ന മേഖലകളിൽ നിങ്ങളെ കൊണ്ടെത്തിച്ചു മാനിക്കുവാൻ ഈ ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ. അധരങ്ങളെ ചലിപ്പിച്ച് ദൈവസന്നിധിയിൽ അല്പസമയം ദൈവസന്നിധി പ്രാർത്ഥിച്ച് ഈ ദൈവം ഇന്ന് ഈ സന്ദേശം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരു ദൈവപ്രവൃത്തിയെ വെളിപ്പെടുത്തുവാനായി ആഗ്രഹിക്കുന്നു. ബന്ധനമുണ്ട് എന്ന് എങ്ങനെ നമുക്ക് മനസ്സിലാക്കുവാനായി കഴിയും? നിങ്ങളിപ്പോൾ എന്നോട് ചോദിക്കുകയാണ്, ദൈവദാസ, എൻ്റെ ജീവിതത്തിൽ ബന്ധനമുണ്ടോ എന്ന് എനിക്ക് എങ്ങനെ തിരിച്ചറിയുവാനായി കഴിയും? വളരെ എളുപ്പമാണ്. നിങ്ങളെക്കുറിച്ച് ദൈവത്തിന്റെ ദൂതുകൾ, നിങ്ങളെക്കുറിച്ച്, നിങ്ങളുടെ തലമുറകളെക്കുറിച്ച്, നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ച് ദൈവത്തിന്റെ ദൂതുകൾ നിങ്ങൾ കേട്ട വ്യക്തിയാണ്. വാഗ്ദത്തങ്ങൾ നിങ്ങൾ പ്രാപിച്ചവരാണ്. ദൈവവചന വെളിപ്പാടുകൾ നിങ്ങൾക്ക് ലഭിക്കുവാനിടയായി. സ്വപ്നങ്ങളിലൂടെ, ദർശനങ്ങളിലൂടെ, വെളിപ്പാടുകളിലൂടെ ദൈവത്തിന്റെ ആത്മാവ് ഇടപെട്ടു. വ്യത്യസ്തരായിരിക്കുന്ന ദൈവദാസന്മാരിലൂടെ ഒരേ ദൂതുകൾ പലവട്ടം നിങ്ങളുടെ തലമുറകളെക്കുറിച്ച്, നിങ്ങളെ ദൈവം എത്തിക്കുവാൻ ആഗ്രഹിക്കുന്ന സ്ഥാനത്തെക്കുറിച്ച്, നിങ്ങളെ ദൈവം ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്ന ദൈവിക പദ്ധതികളെക്കുറിച്ച്, നിങ്ങളുടെ തലമുറകളെ ദൈവം ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്ന മണ്ഡലങ്ങളെക്കുറിച്ച്
പരിശുദ്ധ ആത്മാവ് വ്യക്തമേറിയ ആലോചനകൾ നിങ്ങൾക്ക് കൈമാറി തന്നിട്ടുണ്ട്. എന്നാൽ നിങ്ങൾ കേട്ട ദൂതും നിങ്ങൾ ഇന്നായിരിക്കുന്ന സാഹചര്യവും തമ്മിൽ വളരെ അന്തരമുണ്ടെങ്കിൽ, കുറച്ചും കൂടെ വ്യക്തമായി പറഞ്ഞാൽ, വമ്പൻ ദൂതുകളെ കേട്ടു, വമ്പൻ പ്രവചനങ്ങളെ കേട്ടു, വമ്പൻ ദൈവിക ആലോചനകളെ കുറിച്ച് നിങ്ങൾ കേട്ടു, നിങ്ങളെക്കുറിച്ച്, നിങ്ങളുടെ തലമുറകളെ കുറിച്ചുള്ള ദൈവത്തിന്റെ വൻപൻ പദ്ധതികൾ കഴിഞ്ഞ നാളുകളിൽ പരിശുദ്ധനാം ദൈവം നിങ്ങൾക്ക് കൈമാറി തന്നു. പക്ഷെ ഇന്ന് നിങ്ങൾ ആയിരിക്കുന്ന സാഹചര്യവും നിങ്ങൾ കേട്ടിരിക്കുന്ന ദൈവിക ദൂതും തമ്മിൽ വളരെ അന്തരമുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങളെ മുന്നേറുവാൻ അനുവദിക്കാതെ എവിടെയോ ഒതുക്കി ബന്ധിച്ചു വച്ചിരിക്കുന്ന ചില ബന്ധനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിനകത്തുണ്ട്. ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ പറയുകയാണ്, അതേ ദൈവദാസ, അങ്ങ് പറയുന്ന സത്യമാണ്. വൻപൻ ദൂതുകളുണ്ട് എൻ്റെ കുഞ്ഞിനെ കുറിച്ച്, വൻപൻ ദൂതുകളുണ്ട് ഞങ്ങളുടെ കുടുംബത്തെ കുറിച്ച്, വൻപൻ ദൂതുകളുണ്ട് ഞങ്ങളുടെ മിനിസ്ട്രിയെ കുറിച്ച്, വൻപൻ ദൂതുകളുണ്ട് ദൈവത്തിന് എന്നെ കുറിച്ച്. പക്ഷേ ആ ദൂതും ഞാൻ ഇന്നായിരിക്കുന്ന സ്ഥാനവും തമ്മിൽ, സാഹചര്യവും തമ്മിൽ ഒരു ബന്ധവുമില്ല, ഒരു മുന്നേറ്റം ജീവിതത്തിലില്ല. ദൈവം ആഗ്രഹിക്കുന്ന നിലവാരത്തിൽ ഇതുവരെ ഞാൻ പ്രയോജനപ്പെട്ടിട്ടില്ല. എനിക്ക് മുമ്പോട്ട് കടന്നു വരണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഞാൻ ആയിരിക്കുന്ന സാഹചര്യത്തിനകത്ത് എവിടെയോ ഞാൻ ഒതുക്കപ്പെട്ടിരിക്കുന്നു. എൻ്റെ മുമ്പിൽ അവസരങ്ങളുണ്ട്, പക്ഷെ എനിക്ക് പ്രയോജനപ്പെടുവാൻ കഴിയുന്നില്ല. എൻ്റെ മുമ്പിൽ സാധ്യതകളുണ്ട്, പക്ഷേ എനിക്ക് ആ സാധ്യതകളെ ഉപയോഗിക്കുവാൻ കഴിയുന്നില്ല. എനിക്ക് വിദ്യാഭ്യാസമുണ്ട്, പക്ഷേ അതിനനുസരിച്ച് എനിക്ക് ഉയർന്നു വരുവാൻ പറ്റുന്നില്ല. എൻ്റെ മേലൊരു ദൈവിക അഭിഷേകമുണ്ട്, പക്ഷേ ആ ദൈവം നൽകിയിരിക്കുന്ന ആ ശുശ്രൂഷകൾ ഇതുവരെയും വെളിപ്പെട്ടു വന്നിട്ടില്ല. എങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമൈതലേ, പരിശുദ്ധനാം ദൈവം പറയുന്ന ആ ബന്ധനങ്ങള് എൻ്റെ ദൈവം ഇന്ന് പകൽക്കാലം അഴിക്കാൻ പോവുകയാണ്. അവസരങ്ങളും അഭിഷേകവും ദൈവകൃപയും ഉണ്ടായിട്ട്, ദൈവിക വാഴ്ത്തത്വങ്ങളും ദൈവിക ആലോചനകളും നിങ്ങൾ പ്രാപിച്ചെടുത്തിട്ട് അതിനനുസരിച്ച് ഉയർന്നു വരുവാൻ കഴിയാത്ത വിധത്തിൽ എവിടെയൊക്കെയോ ബന്ധിച്ചിട്ടിരിക്കുന്ന ബന്ധനങ്ങളെ ഇന്ന് പകൽക്കാലം പരിശുദ്ധനാം ദൈവം അഴിച്ചു കളഞ്ഞുകൊണ്ട് ചിലരെ വിടിവിച്ച് ദൈവം ആഗ്രഹിക്കുന്ന മണ്ഡലങ്ങളിലേക്ക് കൊണ്ടുവരുവാൻ ദൈവാത്മാവ് ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ തലമുറകളെ ദൈവം വിടിവിക്കാൻ പോകുന്നു. വിശ്വസിച്ച് ഈ ദൂതിന്റെ മുമ്പിൽ നിങ്ങൾ തന്നെ സമർപ്പിച്ച് കേവലം ഒരു സന്ദേശം കേൾക്കുന്ന ലാഘവത്തോടുകൂടെ ഈ മെസ്സേജിന്റെ മുമ്പിൽ ഇരിക്കരുത്. ഒരു ദൈവിക വിടുതൽ എനിക്ക് വേണം. എൻ്റെ ജീവിതത്തിൽ ബന്ധനമുണ്ട്, നാളുകൾ കൊണ്ട് പ്രാർത്ഥിക്കുന്നു, ആരാധിക്കുന്നു, പക്ഷേ മുന്നേറ്റമില്ല കർത്താവേ. വാഴ്ത്തത്വമുണ്ട്. പല ദൈവദാസന്മാരുടെ ദൂതുകളെ കേട്ടില്ലേ? എത്രയോ ഉപവാസ പ്രാർത്ഥനകളിൽ നിങ്ങൾ കടന്നു ചെന്നിരിക്കുമ്പോൾ എത്രയോ ദൈവദാസന്മാരുടെ ദൈവത്തിന്റെ ആത്മാവ് ഒരേ ദൂത് പലവട്ടം കൈമാറി. പക്ഷെ ദൂതുകൾ കൈമാറി അവിടെ നിന്ന് ആ ദൂത് കേട്ട് സന്തോഷിച്ച് വീട്ടിൽ വരുന്നതല്ലാതെ ഭവനത്തിന്റെ അവസ്ഥ മാറിയില്ലല്ലോ, കുടുംബത്തിന്റെ അവസ്ഥ മാറിയില്ലല്ലോ, തലമുറയുടെ അവസ്ഥ മാറിയില്ലല്ലോ, ശുശ്രൂഷയുടെ അവസ്ഥകൾക്ക് മാറ്റം വന്നില്ലല്ലോ. എങ്കിൽ ഇന്ന് പകൽക്കാലം ദൂത് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. ആ ദൂതിലേക്ക് നിങ്ങളെ വിടാതെ ബന്ധിച്ചു വച്ചിരിക്കുന്ന ബന്ധനങ്ങൾ അഴിയണം. ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുകയാണ്, യേശു തന്റെ ശിഷ്യന്മാരിൽ രണ്ടുപേരെ അരികെയുള്ള ഗ്രാമത്തിലേക്ക് അയച്ച് കെട്ടിയിട്ടിരുന്ന കഴുതെ അഴിച്ചു കൊണ്ടുവന്ന് ദൈവം അതിന്റെ പുറത്ത് കയറി വാഹനമേറിയതുപോലെ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടേണ്ട ഇതിനെ ഏതൊക്കെയോ ദേശത്ത്, ഏതൊക്കെയോ ഭവനത്തിനകത്ത്, ഏതൊക്കെയോ സാഹചര്യങ്ങൾക്കകത്ത് ബന്ധിച്ചൊതുക്കി വച്ചിരിക്കുകയാണ്. ദൈവത്തിന്റെ സ്വപ്നത്തിനൊത്തവണ്ണം, ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ദൈവിക പദ്ധതികൾക്കൊത്തവണ്ണം നിങ്ങൾ പ്രയോജനപ്പെടാതിരിക്കാൻ പൈശാചിക മണ്ഡലങ്ങളും മാനുഷിക ശക്തികളും ഒരുപോലെ പരിശ്രമിച്ച് ബന്ധിച്ചു വച്ചിരിക്കുന്ന ബന്ധനങ്ങളെ ഇന്ന് പകൽക്കാലം പരിശുദ്ധനാം ദൈവം അഴിക്കുകയാണ്. ചിലതിനെ ദൈവം റിലീസ് ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ. ശമന റിമന അത്തുര ജലൽഖൗഡ മനാദരഗച്ചസിഹ റേമേനി ആശാല റോക്കോ മനാസിയംദരെ. യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. അപ്പോൾ ഒരു വ്യക്തി ബന്ധിക്കപ്പെട്ടിരിക്കുന്നു എന്നെങ്ങനെ തിരിച്ചറിയുവാൻ കഴിയും? ദൈവം കൊടുത്തിരിക്കുന്ന വാഴ്ത്തത്വങ്ങളും ദൈവം കൈമാറിയിരിക്കുന്ന ദൈവിക ആലോചനകളും അവരിന്നായിരിക്കുന്ന സാഹചര്യങ്ങളും തമ്മിൽ വളരെ അന്തരമുണ്ട് എങ്കിൽ, ജീവിതത്തിലൊരു മുന്നേറ്റമില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം ആ വ്യക്തി എവിടെയോ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു ചോദ്യം ഉയർന്നു വരികയാണ്, എങ്ങനെയാണ് ബന്ധിക്കുന്നത്? വേദപുസ്തകം അതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്? നമുക്കൊരു വാക്യം വായിക്കാം. ഗലാത്യർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം അതിന്റെ 1-ാമത് വാക്യം. ഗലാത്യർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം അതിന്റെ 1-ാമത് വാക്യം. ഇവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ കണ്ണിന്റെ മുമ്പിൽ വരച്ചു കാട്ടിയിരിക്കെ നിങ്ങളെ ശുദ്രം ചെയ്ത് മയക്കിയത് ആർ? കണ്ടോ, നിങ്ങളെ ശുദ്രം ചെയ്ത് മയക്കിയത് ആർ? അപ്പോസ്തലനായ പൗലോസ്
ഗലാത്യ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നിങ്ങളെ ആരാണ് ക്ഷുദ്രം ചെയ്ത് മയക്കിയത്? ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടേണ്ട നിങ്ങളെ ക്ഷുദ്രപ്രയോഗത്തിലൂടെ ആരാണ് ബന്ധിച്ചത്? അപ്പോൾ ശത്രുവായവൻ വ്യക്തിജീവിതങ്ങളെ ബന്ധിക്കുന്ന പല വിധങ്ങളിൽ ഒന്നാണ് ക്ഷുദ്രപ്രയോഗത്തിലൂടെയുള്ള ബന്ധനങ്ങൾ. എങ്ങനെയാണ് ക്ഷുദ്രപ്രയോഗത്തിലൂടെ ബന്ധിക്കുന്നത്? ക്ഷുദ്രപ്രയോഗത്തിലൂടെ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടേണ്ടവരെ മയക്കുന്നു, ഉറക്കുന്നു. മയങ്ങിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടേണ്ട ഒരു ദൈവ പൈതൽ ഉറങ്ങിപ്പോയാൽ എന്താ സംഭവിക്കുന്നത്? മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 25-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, മനുഷ്യർ ഉറങ്ങുമ്പോൾ അവന്റെ ശത്രു വന്ന് ഗോതമ്പിന്റെ ഇടയിൽ കള വിതച്ച് പോയി കളഞ്ഞു. കണ്ടോ, ഉറങ്ങിക്കഴിഞ്ഞാൽ ശത്രുവിന് അകത്ത് കയറാൻ എളുപ്പമാ. ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടേണ്ടവനെ ഉറക്കിയാൽ, ആ ഭവനത്തെ ഉറക്കിക്കഴിഞ്ഞാൽ പിന്നെ അവൻ അതിൻ്റെ അകത്ത് കയറി അവൻ ഉദ്ദേശിക്കുന്ന പരിപാടിയും നടത്തുവാൻ കഴിയുമെന്ന് അവൻ അറിയാം. അതുകൊണ്ട് ശത്രു എങ്ങനെയാണ് ബന്ധിക്കുന്നത്? ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടേണ്ടവനെ ക്ഷുദ്രപ്രയോഗങ്ങളുടെ ബന്ധിക്കുകയാണ്. ഇന്ന് പകൽക്കാലം ഈ ദൈവവചന സത്യങ്ങളെ തിരിച്ചറിയുന്ന ദൈവ പൈതൽ ആത്മാവിലൊന്ന് പ്രതികരിച്ച് ദൈവത്തിന് വേണ്ടി ശക്തമായി പ്രയോജനപ്പെടേണ്ട നിങ്ങളുടെ തലമുറകളെ, നിങ്ങളെ കുടുംബത്തിലെ വ്യക്തികളെ ആത്മീയമായി ഉറക്കി, നിങ്ങളെ കുടുംബത്തെ ഉറക്കി, ആരാധനകളെ നഷ്ടപ്പെടുത്തി, പ്രാർത്ഥനകളെ നഷ്ടപ്പെടുത്തി, ജീവിതത്തെ ബന്ധിച്ചൊതുക്കുവാൻ, നിങ്ങളെ മയക്കി കിടത്തുവാൻ, നിങ്ങളെ തലമുറകളെ മയക്കി കിടത്തുവാൻ ശ്രമിക്കുന്ന ഇരുട്ടിന്റെ വ്യാപാരങ്ങളെ കണ്ടിട്ട് മൗനമായിരിക്കാതെ ഇന്ന് പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ ഈ ദൂതിന്റെ മുമ്പിൽ ഒന്ന് പ്രതികരിച്ച് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, അങ്ങയുടെ ദാസനായ ദാവീദിനെ ബന്ധിച്ചൊതുക്കാൻ വന്നപ്പോൾ ആ ബന്ധനങ്ങളെ അഴിച്ചു വിടിവിച്ചതുപോലെ ഞങ്ങളുടെ കുടുംബത്തെ ബന്ധിച്ച്, ക്ഷുദ്രപ്രയോഗങ്ങളുടെ ബന്ധിച്ച് ഞങ്ങളെ കുടുംബത്തെ ഉറക്കുവാൻ, ആത്മീയമായി ഉറക്കുവാൻ, ഞങ്ങളുടെ തലമുറകളെ ആത്മീയമായി ഉറക്കിക്കളയുവാൻ ശ്രമിക്കുന്ന ചില ശക്തികളുണ്ട്. യേശുവിന്റെ നാമത്തിൽ ആ ബന്ധനങ്ങൾ പൊട്ടിമാറട്ടെ. അപ്പോൾ പിശാച് ബന്ധിക്കുന്ന വിധങ്ങളിൽ ഒന്നെന്താ? ക്ഷുദ്രപ്രയോഗങ്ങളുടെ ബന്ധിക്കുന്നു. എങ്ങനെ ബന്ധിക്കുന്നു? ക്ഷുദ്രപ്രയോഗത്തിലൂടെ മയക്കുകയാണ്. ഇവിടെ പറയുന്ന ഒരു പദമുണ്ട്, യേശു ക്രിസ്തുവിനെ വരച്ചു കാട്ടിയിരിക്കുക. നിങ്ങളുടെ കണ്ണിന്റെ മുമ്പിൽ സത്യത്തെ കാണിച്ചിട്ടും അതിനെ അംഗീകരിക്കാൻ കഴിയാതെ ഇരിക്കുന്ന അവസ്ഥയാണ് പറയുന്നത് മയക്കി കിടത്തിയിരിക്കുക എന്ന് പറയുന്ന. ബോധം നഷ്ടപ്പെടുക, സുബോധം നഷ്ടപ്പെട്ട അവസ്ഥയിൽ ചിലതിനേക്ക് നിങ്ങളുടെ ഭവനത്തിനകത്ത് പിശാച് ബന്ധിച്ചിട്ടിട്ടില്ലേ? ഇന്ന് പകൽക്കാലം ആ ബന്ധനത്തെ എന്റെ ദൈവം അഴിക്കുകയാണ്. ക്ഷുദ്രപ്രയോഗത്തിലൂടെ ചിലതിനേക്ക് ബന്ധിച്ചിട്ടിരിക്കുകയാ, സുബോധങ്ങളെ നഷ്ടപ്പെടുത്തിയിട്ടിരിക്കുകയാ. സത്യങ്ങളെ തിരിച്ചറിയുവാൻ അനുവദിക്കാതെ ശത്രുവായവൻ ചിലതിന്റെ ബുദ്ധികളെ ബന്ധിച്ചു വച്ചിരിക്കുന്ന ബന്ധനങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം അഴിയട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം ഒരു ദൈവ പ്രവൃത്തി വെളിപ്പെടണം. തലമുറകളെ ബന്ധിച്ചിരിക്കുന്ന ബന്ധനങ്ങൾക്കകത്ത് നിന്ന് വ്യക്തികൾക്ക് സത്യത്തെ തിരിച്ചറിഞ്ഞിട്ട് അതിനെ മനസ്സിലാക്കി അതിനനുസരിച്ച് ചുവടുകൾ വെക്കുവാൻ അനുവദിക്കാതെ നിങ്ങളെ കുടുംബത്തിലെ ചില വ്യക്തികളെ ബന്ധിച്ചു വച്ചിരിക്കുമ്പോൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം അത് അഴിയട്ടെ. ദൈവത്തിന്റെ കരം അവിടെ നിന്ന് ചലിക്കട്ടെ. ആ കുടുംബത്തിനകത്ത് ദൈവ പ്രവൃത്തി വെളിപ്പെടട്ടെ. ആ വ്യക്തികളുടെ മേൽ ദൈവ പ്രവൃത്തി വെളിപ്പെടട്ടെ. കർത്താവേ, അങ്ങ് തന്നിരിക്കുന്ന അധികാരത്തോടുകൂടെ അടിയനോട് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങൾക്ക് വേണ്ടി, വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരു ദൈവ പ്രവൃത്തി ഇപ്പോൾ തന്നെ അവിടെ നിന്ന് സംഭവിക്കട്ടെ. ഹല്ലേലൂയ. അപ്പോൾ ക്ഷുദ്രപ്രയോഗത്തിലൂടെ എന്ത് ചെയ്യുക? മയക്കുക, ഉറക്കുക. ഒന്ന് ചിന്തിച്ചേ, നന്നായി പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി, നന്നായി പഠിക്കുന്ന ഒരു കുഞ്ഞ്, എന്നാൽ ഈ ഇടയായിട്ട് ഭയങ്കര ഉറക്കമാ. ഹല്ലേലൂയ. ഉണർന്നിരുന്ന് പഠിക്കേണ്ട വ്യക്തിക്ക് ഉണർന്നിരുന്ന് പഠിക്കുവാൻ കഴിയാതെ ഉറക്കം കൊണ്ടിട്ട്, ശരീരത്തിൽ ക്ഷീണം കൊണ്ടിട്ട്, ആക്ടിവിറ്റീസിനെ കുറച്ച്, ഉത്സാഹങ്ങളെ നഷ്ടപ്പെടുത്തി പഠനത്തിൽ പുറകിലാക്കി കളയുന്ന ഒരു വ്യാപാരമുണ്ട്. യേശുവിന്റെ നാമത്തിൽ ക്ഷുദ്രപ്രയോഗത്തിലൂടെ ആക്റ്റീവായിരിക്കുന്ന കുഞ്ഞുങ്ങളെ മയക്കുന്ന, ഉത്സാഹങ്ങളെ നഷ്ടപ്പെടുത്തി കളയുന്ന, ശാരീരിക മണ്ഡലങ്ങളെ ബന്ധിക്കുന്ന ആ പോരുകൾ ഇന്ന് നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങളുടെ തലമുറ അനുഭവിക്കുന്നുണ്ടെങ്കിൽ യേശുവിന്റെ നാമത്തിൽ ശാസിച്ച് ദൈവസന്നിധി പ്രാർത്ഥിച്ച്, ഇത് ക്ഷുദ്രപ്രയോഗങ്ങളുടെ ശത്രുവായവൻ വ്യക്തികളെ ബന്ധിക്കുന്ന ഒരു പരിപാടിയാണ്. എന്നും ആ ബന്ധനം നിലനിൽക്കും
നിലനിൽക്കുമെന്നല്ല. ദാവീദിന്റെ ജീവിതത്തിൽ ബന്ധനമുണ്ടായിരുന്നു, പക്ഷെ എന്നും അത് നിലനിന്നെന്നല്ല. ആ ബന്ധനത്തിനകത്ത് കിടന്ന് ദാവീദ് മരിച്ചെന്നല്ല. ദൈവം ആ ബന്ധനത്തിൽ നിന്ന് ദാവീദിനെ പുറത്തു കൊണ്ടുവന്നു. ദൈവം ആഗ്രഹിച്ച നിലവാരങ്ങളിൽ അവനെ കൊണ്ടെത്തിച്ചു മാനിച്ചെങ്കിൽ നിങ്ങളെയും നിങ്ങളുടെ തലമുറകളെയും ബന്ധനങ്ങൾക്കകത്ത് നിന്ന് വിടിവിച്ച് പുറത്തു കൊണ്ടുവന്ന് മാനിക്കുവാൻ ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം ജയമെടുത്ത് ഹല്ലേലൂയ. ശുദ്ര പ്രയോഗത്തിലൂടെ എന്ത് ചെയ്യുകയാണ്? മയക്കുകയാണ്, ഉറക്കുകയാണ്. കുറച്ചും കൂടെ ആ ദൂതനെ ഞാൻ കയറ്റി പറയാ. പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതലിനെ പ്രാർത്ഥിക്കാൻ അനുവദിക്കാതെ, പ്രാർത്ഥിക്കേണ്ട സമയത്ത് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കേണ്ട സമയത്ത് സമയങ്ങളെ വേർതിരിച്ചിരുന്ന് പ്രാർത്ഥിക്കേണ്ട വ്യക്തി ജീവിതങ്ങളെ പ്രാർത്ഥിക്കാൻ അനുവദിക്കാതെ ഉറക്കങ്ങളും ക്ഷീണങ്ങളും കൊണ്ടിട്ട് ഈ ദിവസങ്ങളിൽ നിങ്ങളെ പ്രാർത്ഥനാ ജീവിതത്തെ തകർത്തു കളയുവാൻ പിശാച് പദ്ധതികൾ ഇട്ടിട്ടുണ്ടെങ്കിൽ വിടരുത. ബന്ധിക്കുന്ന ബന്ധനങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ആത്മാവിൽ ശാസിച്ച കെട്ടുകളെ പൊട്ടിക്ക്. നീ പടക്കളത്തിൽ ദൈവത്തിന് വേണ്ടി ശക്തമായി പ്രയോജനപ്പെടേണ്ടതാ. പ്രാർത്ഥനാ മുറിക്കകത്ത് കയറി നിങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ശത്രുവായവൻ ഹല്ലേലൂയ സ്തോത്രം പദ്ധതിയിട്ട് ഒതുക്കിക്കളയുവാൻ ആഗ്രഹിക്കുന്നവരെ പുറത്തു കൊണ്ടുവരുവാൻ നിങ്ങളിലൂടെ ദൈവത്തിന് പദ്ധതിയുണ്ടെന്ന് പിശാച് തിരിച്ചറിഞ്ഞിട്ട് പ്രാർത്ഥിക്കുന്ന നിങ്ങളെ ഒതുക്കുവാൻ, നിങ്ങളുടെ ശരീരത്തിൽ ഉറക്കത്തെയും ക്ഷീണത്തെയും കൊണ്ടിട്ട് പ്രാർത്ഥനയെ നശിപ്പിച്ചു കളയുന്ന ആ ഇരുട്ടിന്റെ വ്യാപാരത്തെ യേശുവിന്റെ നാമത്തിൽ ശാസിക്ക്. ആരാധിക്കാൻ കഴിയാത്ത വിധത്തിൽ ശരീരത്തിൽ ക്ഷീണം കൊണ്ടിടുന്നു. പ്രാർത്ഥനയ്ക്കകത്തിരിക്കുമ്പോൾ ഉറക്കം കൊണ്ടിരുന്നു. ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഉറക്കങ്ങളെ കൊണ്ടിട്ട് ബന്ധിക്കുന്ന ബന്ധനം യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ. വചനത്തിന്റെ ശക്തി ആ ശരീരത്തിനകത്ത് വെളിപ്പെട്ടു വരുവാൻ അനുവദിക്കാതെ, ആ ദൂതുകളെ സ്വീകരിച്ച് വിടുതലുകളെ ഏറ്റെടുക്കുവാൻ അനുവദിക്കാതെ, ദൈവവചനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഉറക്കിക്കളയുന്ന ആ പാരമ്പര്യത്തിന്റെ കേട്ടുകൾ യേശുവിന്റെ നാമത്തിൽ ആ ബന്ധനങ്ങൾ അരിഞ്ഞു മാറട്ടെ. ഹല്ലേലൂയ. അപ്പോൾ ശുദ്രപ്രയോഗങ്ങളിലൂടെ അവൻ ബന്ധിക്കുന്നു. എങ്ങനെയാ ശുദ്രപ്രയോഗങ്ങളിലൂടെ അവൻ ബന്ധിക്കുന്നത്? മയക്കി കിടത്തിക്കളയാണ്. മറ്റൊരു വാക്യത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധകളെ കൊണ്ടുവരാം. ന്യായാധിപന്മാരുടെ പുസ്തകം 16-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യം. ന്യായാധിപന്മാരുടെ പുസ്തകം 16-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്ന കണ്ടോ? അവൾ അവനെ മടിയിൽ ഉറക്കി ഒരാളെ വിളിച്ചു വരുത്തി ജട 7 കളയിച്ച് അവൾ അവനെ ഒതുക്കി തുടങ്ങി. അവന്റെ ശക്തി അവനെ വിട്ടുപോയി. കണ്ടോ? ദൈവത്തിന്റെ അഭിഷിക്തനായിരിക്കുന്ന ശിംശോനെ ദലീലെ തന്റെ മടിയിൽ ഉറക്കിയിട്ട് എന്താ ചെയ്തത്? അവന്റെ തലയിലെ ജടയെ മുഴുവൻ ക്ഷൗരം ചെയ്ത് കളഞ്ഞിട്ട് അവനെ ഒതുക്കി എന്നൊരു പദം എഴുതിയിരിക്കുന്നത്. രണ്ടവിടെ എഴുതിയിരിക്കുകയാണ് അവന്റെ ശക്തി അവനിൽ നിന്നും നഷ്ടപ്പെട്ടു പോയി. എന്തിനാ പിശാച് ഉറക്കുന്നത്? എന്തിനാ പിശാച് മയക്കുന്നത്? എന്തിനാ പിശാച് നമ്മുടെ ബോധത്തെ കെടുത്തിക്കളയുവാൻ ശ്രമിക്കുന്നത്? മറ്റൊന്നുമല്ല, നമ്മെ ഒതുക്കുക, നമ്മുടെ ശക്തിയെ നഷ്ടപ്പെടുത്തി കളയുക. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ഇത് കണ്ടിട്ട് മൗനമായി ഇരിക്കരുത്. ദൈവസന്നിധി പ്രാർത്ഥിച്ച്, ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച്, നിങ്ങൾ ഒതുങ്ങപ്പെട്ടു പോയെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ആ പഴയകാല അഭിഷേകം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയെന്ന് തോന്നുന്നുണ്ടോ? ആ ദൈവകൃപ നിങ്ങളിൽ നിന്നും നഷ്ടപ്പെട്ടു പോയെന്ന് തോന്നുന്നുണ്ടോ? എവിടെയൊക്കെയോ നിങ്ങളെ അവൻ മയക്കുവാൻ ശ്രമിച്ചിട്ടുണ്ട്. എവിടെയൊക്കെയോ നിങ്ങൾ മയങ്ങിപ്പോയിട്ടുണ്ട്. എവിടെയൊക്കെയോ നിങ്ങളെ അവൻ ഉറക്കി കിടത്തിയിട്ടുണ്ട്. എവിടെയൊക്കെയോ നിങ്ങളുടെ പ്രാർത്ഥനകൾ നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. എങ്കിൽ ഇന്ന് പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ ആ ദൈവകൃപയിലേക്ക് മടങ്ങുക, ആ ദൈവശക്തിയിലേക്ക് മടങ്ങുക. ഉറക്കി കിടത്തിയ മണ്ഡലത്തിൽ നിന്ന് പകൽക്കാലം ഉണർന്നു വരട്ടെ. രാമാനവ ശബ്ദന എഫെസ്യർക്ക് ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, അതുകൊണ്ട് ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്നും എഴുന്നേൽക്കുക, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. ദൈവത്തിന് നിങ്ങളെ ഉപയോഗിക്കുവാൻ പദ്ധതിയുണ്ട്. ദൈവത്തിന് ഉപയോഗിക്കേണ്ട ചിലതിനെയൊക്കെ ഉറക്കി കിടത്തിയിരിക്കുകയാ. ഹല്ലേലൂയ. കാരാഗൃഹത്തിനകത്ത് ഉറങ്ങിക്കിടന്ന് പത്രോസിന്റെ അരികിൽ ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി പത്രോസിനെ തട്ടി ഉണർത്തിയതുപോലെ ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് ചിലരെ തട്ടി ഉണർത്തുവാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ സംഭവിക്കട്ടെ. ഈ വചന ദൂതുകൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവവചനത്തിലൂടെ ദൈവാത്മാവ് നിങ്ങളെ തട്ടി ഉണർത്തുന്നു. ഇന്ന് പകൽക്കാലം നിങ്ങൾ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എവിടെയൊക്കെയോ ചില വ്യക്തികൾ നിങ്ങളുമായി ബന്ധപ്പെട്ടവർ ഉറങ്ങിക്കിടക്കുകയാണ്. ആത്മീയമായി അവരെ പരിശുദ്ധനാം ദൈവം തട്ടി ഉണർത്തുകയാണ്. യേശുവിന്റെ നാമത്തിൽ ആ ദൈവ പ്രവർത്തികൾ ഇപ്പോൾ തന്നെ അവിടെ വെളിപ്പെട്ടു വരട്ടെ. വിശ്വസിക്കുന്നവരുണ്ടോ? ഈ ദൂതുകൾ
വാക്കുകളെ ഏറ്റെടുക്കുക. ഹല്ലേലൂയ. അപ്പോൾ പിശാച് ബന്ധിക്കുന്ന പല വിധങ്ങളിൽ ഒരു വിധം ഏതാണ്? അവൻ ബന്ധിക്കുന്ന ഒരു പദ്ധതിയാണ് ക്ഷുദ്രപ്രയോഗങ്ങളിലൂടെ അവൻ ബന്ധിക്കുന്നു. അടുത്ത ക്ഷുദ്രപ്രയോഗങ്ങളുടെ ബന്ധിക്കുമ്പോൾ സംഭവിക്കുന്ന രണ്ടാമത്തെ കാര്യം എന്താണ്? നമുക്കൊരു വാക്യം കൂടെ വായിക്കാം. 2 രാജാക്കന്മാരുടെ പുസ്തകം 9-ാം അധ്യായം അതിന്റെ 22-ാമത് വാക്യം. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: യേഹൂവിനെ കണ്ടപ്പോൾ യോരാം, യേഹൂവേ സമാധാനമോ എന്ന് ചോദിച്ചു. അതിന് യേഹൂ, നിന്റെ അമ്മയായ ഇസബേലിന്റെ പരസംഗവും ക്ഷുദ്രവും ഇത്ര അധികമായിരിക്കുന്നിടത്തോളം എന്ത് സമാധാനം എന്ന് പറഞ്ഞു. കണ്ടോ, ദൈവത്തിന്റെ അഭിഷിക്തനായിരിക്കുന്ന യേഹൂ പറയുകയാണ്, ഇസബേൽ എന്ന് പറയുന്ന ക്ഷുദ്രക്കാരിയുടെ ക്ഷുദ്രം നിമിത്തം സമാധാനം എന്ത് ചെയ്യുന്നുണ്ട്? നഷ്ടമാകുന്നുണ്ട്. സമാധാനത്തോടെ ജീവിക്കുന്ന നിങ്ങളുടെ കുടുംബത്തിന്റെ അകത്തെ സമാധാനങ്ങൾ ഈ ദിവസമായി നഷ്ടമാകുന്നുണ്ട്. ഒരു കാരണവുമില്ല, ഒരു പ്രയാസവുമില്ല, എല്ലാം നന്നായി പൊക്കൊണ്ടിരുന്നതാ. പക്ഷെ ഒരു കാരണവും ഇല്ലാതെ ഈ ദിവസങ്ങളിൽ കുടുംബങ്ങൾക്കകത്ത് കലഹം, ദൈവസഭകൾക്കകത്ത് കലഹം, നിങ്ങൾ തലമുറകളും മാതാപിതാക്കളും തമ്മിൽ ചേർച്ചയില്ല. പെട്ടെന്ന് ഭവനത്തിനകത്ത് ഭിന്നതകൾ കടന്നു വരുന്നു, അസമാധാനങ്ങൾ ജീവിതത്തിൽ നിലനിൽക്കുന്നു. ഇന്ന് പകൽക്കാലം അത് കണ്ട് നെടുവീർപ്പിടുകയല്ല, അത് കണ്ട് നിലവിളിക്കുകയല്ല ചെയ്യേണ്ടത്. ദൈവത്തിന്റെ വചനം പറയുകയാണ്, എവിടെയൊക്കെയോ നിങ്ങളുടെ സമാധാനത്തെ ബന്ധിച്ചിട്ടിരിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ സമാധാനത്തെ ക്ഷുദ്രപ്രയോഗങ്ങളുടെ ബന്ധിക്കുന്ന ബന്ധനങ്ങൾ ഇന്ന് പകൽക്കാലം അഴിഞ്ഞു മാറട്ടെ. ജലപ്രൗഢപതന. നിങ്ങൾ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് അതിൽ നിന്ന് ദൈവം വിടുതൽ തന്ന് ആ വിടുതലിന്റെ സന്തോഷം അനുഭവിച്ച് ഇനി സമാധാനത്തോടെ ജീവിക്കാമെന്ന് നിങ്ങൾ ചിന്തിക്കുന്ന നിമിഷത്തിൽ അടുത്ത സെക്കൻഡിൽ തന്നെ പ്രാപിച്ച വിടുതലിന്റെ സമാധാനവും സന്തോഷവും പോലും അനുഭവിക്കുവാൻ അനുവദിക്കാതെ അടുത്ത പ്രതിസന്ധി നിങ്ങളുടെ ഭവനത്തിനകത്തേക്ക് തിരയടിച്ചു കയറുന്നുണ്ടോ എങ്കിൽ ഇന്ന് പകൽക്കാലം അതിനെ നിസ്സാരമായി ചിന്തിക്കരുത്. അതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന ചില ശക്തികളുണ്ട്, അതിൻ്റെ പുറകിൽ ചലിക്കുന്ന ചില കരങ്ങളുണ്ട്, അതിൻ്റെ പുറകിൽ കിടക്കുന്ന ചില ബന്ധനങ്ങളുണ്ട്. ഇന്ന് പകൽക്കാലം യേശുവിൻ്റെ നാമത്തിൽ അത്തരത്തിൽ കുടുംബത്തിന്റെ വ്യക്തി ജീവിതങ്ങളുടെ കുടുംബജീവിതങ്ങളുടെ സമാധാനങ്ങളെ നഷ്ടപ്പെടുത്തി കളയുന്ന ഒരിക്കലും സ്വസ്ഥമായി നീ ജീവിക്കാൻ പാടില്ലെന്ന് കരുതി ക്ഷുദ്രപ്രയോഗങ്ങളുടെ ബന്ധിച്ചു വച്ചിരിക്കുന്ന ബന്ധനങ്ങൾ യേശുവിന്റെ നാമത്തിൽ അടിയട്ടെ. എൻ്റെ കുടുംബത്തിലില്ലാത്ത സമാധാനം അവന്റെ കുടുംബത്തിൽ പാടില്ല. എൻ്റെ മക്കളുടെ ജീവിതത്തിൽ ഇല്ലാത്ത സമാധാനം അവളുടെ മക്കളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. എൻ്റെ ജീവിതത്തിൽ ഇല്ലാത്ത സന്തോഷം അവരും അനുഭവിക്കാൻ പാടില്ല. അസൂയാത്മാക്കളാൽ അസൂയയാൽ ചിലരൊക്കെ ക്ഷുദ്രപ്രയോഗങ്ങൾ നിങ്ങളുടെ കുടുംബത്തിന്റെ സമാധാനങ്ങളെ ബന്ധിച്ചു വെക്കാൻ ശ്രമിക്കുമ്പോൾ, കുടുംബജീവിതത്തിന്റെ സ്വസ്ഥതകളെ ഇല്ലായ്മ ചെയ്യുവാൻ ശ്രമിക്കുമ്പോൾ, തലമുറകളുമായിട്ടുള്ള സന്തോഷകരമായ ജീവിതത്തെ നഷ്ടപ്പെടുത്തി കളയാൻ ശ്രമിക്കുമ്പോൾ, യേശുവിന്റെ നാമത്തിൽ അതിനകത്ത് കിടന്ന് വീർപ്പ് മുട്ടുകയല്ല, ആ ബന്ധനത്തെ ആത്മാവിൽ തിരിച്ചറിഞ്ഞ് ശാസിക്ക്. കർത്താവേ, ചില കുടുംബങ്ങൾക്കകത്ത് കാരണമില്ലാതെ കയറി വന്നിരിക്കുന്ന അസമാധാനത്തിന്റെ മേഖലകൾ യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു പോകട്ടെ. കുടുംബജീവിതത്തിന്റെ സ്വസ്ഥതകളെ കെടുത്തിക്കളയുന്ന, കുടുംബജീവിതത്തിന്റെ സന്തോഷങ്ങളെ നഷ്ടപ്പെടുത്തി കളയുന്ന, കുടുംബജീവിതത്തിന്റെ മുന്നേറ്റങ്ങളെ തടയുന്ന, കുടുംബജീവിതങ്ങളെ തകർക്കുവാനായി അകത്ത് കയറിക്കൂടിയിരിക്കുന്ന എല്ലാ സമാധാനത്തിന്റെ ബന്ധനങ്ങളും യേശുവിന്റെ നാമത്തിൽ അഴിയപ്പെടട്ടെ. സമാധാനത്തോടെ ഇരുന്നാലേ പ്രാർത്ഥിക്കാൻ പറ്റത്തുള്ളൂ എന്ന് പിശാചിനറിയാം. കുടുംബമായി ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കണമെങ്കിൽ അതിനകത്ത് സമാധാനം ഉണ്ടായിരിക്കണം. അപ്പോൾ സമാധാനത്തെ നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ പ്രാർത്ഥന, കുടുംബ പ്രാർത്ഥന ഉണ്ടാകത്തില്ല, ഒരുമിച്ചൊരു പ്രാർത്ഥന ഉണ്ടാകത്തില്ല. ഹല്ലേലൂയ, സ്തോത്രം. ഇനി ഒരുപക്ഷേ അസമാധാനം നിറഞ്ഞു നിൽക്കുമ്പോഴും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചാലും അതിനകത്ത് ബലം ഉണ്ടാകത്തില്ല. എല്ലാവരുടെയും മനസ്സ് പല ഇടങ്ങളിലേക്ക് ചിതറിക്കിടക്കും. ഐക്യതയില്ലായ്മ. അങ്ങനെ കുടുംബങ്ങളെ തകർക്കാമെന്ന ശത്രുവിന്റെ പദ്ധതികൾ ഇന്ന് പകൽ ദൈവം ഇടിച്ച് യെരിഹോമിന്റെ
കോട്ടയെ ഇടിച്ചു തകർത്തതുപോലെ നിങ്ങളുടെ മുമ്പിൽ ഇനി ഒരു സമാധാനവും നിങ്ങൾ ജീവിതത്തിൽ ഇനി അനുഭവിക്കത്തില്ലെന്ന് പറഞ്ഞു ശത്രു കെട്ടിവെച്ചിരിക്കുന്ന കോട്ടകളെ, ബന്ധനങ്ങളെ എൻ്റെ ദൈവം ഇന്ന് പകൽക്കാലം ഇടിക്കുകയാണ്. വിശ്വസിച്ച് ദൂതിനെ ഏറ്റെടുത്തേ. അപ്പോൾ ക്ഷുദ്രപ്രയോഗങ്ങളുടെ വ്യക്തികളെ, ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടേണ്ടവരെ, സത്യം തിരിച്ചറിഞ്ഞ് കാഴ്ചപ്പാടുകൾ വെച്ച് ദൈവസന്നിധിയിൽ ദൈവനാമ മഹത്വത്തിന് വേണ്ടി നിൽക്കേണ്ടവരെ മയക്കുന്ന ക്ഷുദ്രപ്രയോഗങ്ങൾ. 2, ഹല്ലേലൂയ, സമാധാനത്തെ നഷ്ടപ്പെടുത്തി കളയുന്നു ക്ഷുദ്രപ്രയോഗങ്ങളിലൂടെ. അപ്പോൾ ക്ഷുദ്രത്തിലൂടെയുള്ള ബന്ധനങ്ങൾ കണ്ടോ? അടുത്ത് മറ്റൊരു വാക്യം വായിക്കാം. വെളിപ്പാട് പുസ്തകം 18-ാം അധ്യായം അതിന്റെ 23-ാമത് വാക്യം. വെളിപ്പാട് പുസ്തകം 18-ാം അധ്യായം അതിന്റെ 23-ാമത്തെ വാക്യം. ഇവിടെ ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്: വിളക്കിന്റെ വെളിച്ചം ഇനി നിന്നിൽ പ്രകാശിക്കുകയില്ല, മണവാളന്റെയും മണവാട്ടിയുടെയും സ്വരം ഇനി നിന്നിൽ കേൾക്കയില്ല. നിന്റെ വ്യാപാരികൾ ഭൂമിയിലെ മഹത്തുക്കൾ ആയിരുന്നു. നിന്റെ ക്ഷുദ്രത്താൽ സകല ജാതികളും വശീകരിക്കപ്പെട്ടിരിക്കുന്നു. കണ്ടോ? ക്ഷുദ്രത്താൽ അടുത്ത് ചെയ്യുന്ന പ്രവൃത്തി എന്താണ്? ക്ഷുദ്രപ്രയോഗത്തിലൂടെ വ്യക്തികളെ വശീകരിക്കുക. ദൂരാമാനവ ശബ്ദന. നിങ്ങളുടെ ഭവനത്തിനകത്ത് വ്യക്തിയുണ്ട്, പക്ഷേ ശരീരം കൊണ്ട് വ്യക്തികൾ നിങ്ങളുടെ ഭവനത്തിനകത്താണെങ്കിലും മനസ്സുകൾ മറ്റെവിടെയൊക്കെയോ ആണ്. ശരീരം കൊണ്ട് ആള് വീട്ടിലുണ്ട്, പക്ഷെ മനസ്സുകൊണ്ട് മറ്റെവിടെയോ ആണെങ്കിൽ അവന്റെ മനസ്സിനെ, അവളുടെ മനസ്സിനെ വശീകരിക്കുന്ന ഒരു ശക്തിയുണ്ട്. ക്ഷുദ്രപ്രയോഗങ്ങളുടെ വ്യക്തികളുടെ മനസ്സിനെ, വ്യക്തികളെ എന്ത് ചെയ്യുകയാണ്? പിശാച് വശീകരിക്കുകയാണ്. ഇന്ന് പകൽക്കാലം ആലയത്തിനകത്ത് വരുന്നുണ്ട്, പ്രാർത്ഥനയ്ക്കകത്ത് ആളുണ്ട്, പ്രസംഗങ്ങളൊക്കെ കേൾക്കുന്നുണ്ടെങ്കിലും ആള് മാത്രമേ അകത്തുള്ളൂ, മനസ്സ് അവിടെ ഇല്ല, ശ്രദ്ധ അവിടെ ഇല്ല. വശീകരിക്കപ്പെട്ട ആരുടെയോ കരങ്ങളിൽ ആരുമായി പറ്റിച്ചേർന്നിരിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ ക്ഷുദ്രപ്രയോഗങ്ങളുടെ വശീകരിച്ച് കുടുംബബന്ധങ്ങളെയും കുടുംബജീവിതങ്ങളെയും തകർത്ത് കളയുവാൻ ശ്രമിക്കുന്ന ഇരുട്ടിന്റെ ശക്തികളെ യേശുവിന്റെ നാമത്തിൽ ഈ ശുശ്രൂഷയുടെ മധ്യത്തിൽ തന്നെ അങ്ങ് തന്നിരിക്കുന്ന അധികാരത്താൽ ശാസിക്കുകയാണ്. ഹല്ലേലൂയ. വിടുതലുകൾ സംഭവിക്കട്ടെ. പല കുടുംബത്തിനകത്ത് തലമുറകൾ കൂടെ ഉണ്ടെങ്കിലും അവന്റെ സ്നേഹം, അവന്റെ ആത്മാർത്ഥത, അവളുടെ ചിന്ത, അവളുടെ ഹൃദയമൊക്കെ മറ്റെവിടെയൊക്കെയോ വശീകരിക്കപ്പെട്ടു പോയിരിക്കുകയാണ്. ദലീല ശിംശോനെ വശീകരിച്ചതുപോലെ അഭിഷേകമുള്ളവരെ ആരൊക്കെയോ ദൈവത്തിന് വേണ്ടി ശക്തമായി പ്രയോജനപ്പെടേണ്ടവർ നാളുകളുടെ നീളകളിൽ ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന ചിലതിനെയൊക്കെ ബന്ധനത്തിൽ നിന്ന് വിടിവെച്ച് പുറത്തെടുക്കേണ്ടവരെ ഏതൊക്കെയോ ശക്തികൾ വശീകരിച്ചു വെച്ചിരിക്കുകയാണ്. ലോകം വശീകരിച്ചു, പണം വശീകരിച്ചു, സൗന്ദര്യം വശീകരിച്ചു, ലോകത്തിന്റെ ഇമ്പങ്ങൾ, മോഹങ്ങൾ വശീകരിച്ചു വച്ചിരിക്കുന്ന ആ വശീകരണ ബന്ധനത്തിനകത്ത് നിന്ന് ചിലരൊക്കെ പുറത്തു വരട്ടെ. വചനത്തിനായിട്ടുള്ള വിശപ്പ്, പരിശുദ്ധാത്മാവിലേക്കുള്ള ദാഹമെല്ലാം നഷ്ടപ്പെട്ട് ലോകത്തിലേക്കും ലോകമോഹത്തിലേക്ക്, ലോക ഇമ്പത്തിലേക്ക് ചിലരൊക്കെ ആകർഷിക്കപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, വശീകരിക്കപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, അങ്ങനെ കിടക്കുന്ന വ്യക്തികൾ യേശുവിന്റെ നാമത്തിൽ വിടുതൽ പ്രാപിച്ചു പുറത്തു വരട്ടെ. ഞാൻ ഈ ഭാഗത്തെ വിശദീകരിച്ച് മുമ്പോട്ട് നീട്ടിക്കൊണ്ടുപോകുവാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ എങ്ങനെയാ ബന്ധിക്കുന്നത്? ഒന്ന് ദൈവവചനം പറയുന്നു, ക്ഷുദ്രപ്രയോഗങ്ങളുടെ ബന്ധിക്കുന്നു. മറ്റൊരു വാക്യത്തിലേക്ക് വന്നേ. ഹല്ലേലൂയ. സംഖ്യാപുസ്തകം 23-ാം അധ്യായം 23-ാമത് വാക്യം. സംഖ്യാപുസ്തകം 23-ാം അധ്യായം അതിന്റെ 23-ാമത് വാക്യം. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ആ വിചാരം യാക്കോബിന് പറ്റുകയില്ല, ലക്ഷണവിദ്യ ഇസ്രായേലിനോട് ഫലിക്കുകയുമില്ല. കണ്ടോ? ഇവിടെ എഴുതിയിരിക്കുന്ന 2 പദങ്ങൾ, ഒന്ന് ലക്ഷണവിദ്യ, മറ്റൊന്ന് ആവിചാരം. അപ്പോൾ ഈ ആഭിചാര ക്രിയകളിലൂടെ വ്യക്തികളെ ബന്ധിക്കുന്നു. ആഭിചാര ക്രിയകളിലൂടെ ഇവിടെ ദൈവത്തിന്റെ ജനമാകുന്ന ഇസ്രായേലിനെ ബന്ധിക്കുവാൻ ശ്രമിക്കുകയാണ്. എങ്ങനെയാണ് ബന്ധിക്കുവാൻ ശ്രമിക്കുന്നത്? അതിന്റെ 20-21 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായി കഴിയും. അനുഗ്രഹിപ്പാൻ എനിക്ക് കൽപ്പന ലഭിച്ചിരിക്കുന്നു, അവൻ അനുഗ്രഹിച്ചും ഇരിക്കുന്നു, എനിക്ക് അത് മറിച്ചുകൂടാ. കണ്ടോ എഴുതിയിരിക്കുന്ന പദം കൊണ്ടോ? ആഭിചാരത്തിലൂടെ എങ്ങനെയാ ബന്ധിക്കുവാൻ ശ്രമിക്കുന്നത്? ദൈവം കൊടുത്തിരിക്കുന്ന അനുഗ്രഹത്തെ മറിച്ചു കളയുവാൻ ശ്രമിക്കുന്നു. ദൈവം കൊടുത്തിരിക്കുന്നതിനെ നഷ്ടപ്പെടുത്തി കളയുവാൻ ശ്രമിക്കുന്നു. ഹല്ലേലൂയ.
ആഭിചാര ക്രിയകളിലൂടെ എങ്ങനെയാ ബന്ധിക്കാൻ ശ്രമിക്കുന്നത്? ദൈവം നൽകി തന്നിരിക്കുന്ന നന്മകളെ അവരിൽ നിന്നും ഇല്ലായ്മ ചെയ്ത് കളയുക. എനിക്കില്ലാത്ത അനുഗ്രഹം അവളുടെ കുടുംബത്തിന് ഉണ്ടാകാൻ പാടില്ല, അല്ലെങ്കിൽ അവളെ കുടുംബം ഈ ദേശത്ത് ഉയർച്ച പ്രാപിക്കാൻ പാടില്ല, എൻ്റെ കുടുംബത്തെക്കാളും അവർ അനുഗ്രഹം പ്രാപിക്കാൻ പാടില്ല, എൻ്റെ തലമുറയെക്കാളും അവർ അനുഗ്രഹം പ്രാപിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഉയർച്ച പ്രാപിക്കരുത്, നന്മ പ്രാപിക്കരുത്, തിന്മ മാത്രമേ നിന്റെ ഭവനത്തിനകത്ത് സംഭവിക്കാവൂ എന്ന് ചിന്തിച്ച് അല്ലെങ്കിൽ ചില മേഖലകളിൽ ചിലർ പ്രയോഗിക്കുന്ന പ്രയോഗമാണ് ആഭിചാര ക്രിയകൾ. ആഭിചാര പ്രവർത്തികളിലൂടെ, ആഭിചാര ക്രിയകളിലൂടെ ദൈവം നൽകി തന്നിരിക്കുന്ന നന്മകളെ മറിച്ചു കളയുവാൻ ശ്രമിക്കുന്ന ചില സാധാന്യ പദ്ധതികൾ ഇന്ന് പകൽക്കാലം തിരിച്ചറിയുക. ഇന്ന് പകൽക്കാലം വിട്ടുകൊടുക്കരുത്. ദൈവം നൽകി തന്ന കൃപയെ നിന്നിൽ നിന്ന് നഷ്ടപ്പെടുത്തി കളയാ, ദൈവം നിനക്ക് നൽകി തന്ന അഭിഷേകത്തെ നഷ്ടപ്പെടുത്തി കളയാ, ദൈവം നിനക്ക് നൽകി തന്നിരിക്കുന്ന പ്രാർത്ഥനാ ജീവിതത്തെ നഷ്ടപ്പെടുത്തി കളയാ, ദൈവം നിനക്ക് നൽകി തന്നിരിക്കുന്ന ആരോഗ്യത്തെ നഷ്ടപ്പെടുത്തി കളയാ, ദൈവം നിനക്ക് നൽകി തന്നിരിക്കുന്ന നന്മയായിരിക്കുന്ന തലമുറകളെ നിന്റെ കുടുംബത്തിൽ നിന്ന് ഇല്ലായ്മ ചെയ്ത് കളയാ, ദൈവം നിനക്ക് നൽകി തന്നിരിക്കുന്ന കുടുംബജീവിതത്തെ നഷ്ടപ്പെടുത്തി കളയാ, ദൈവം നിനക്ക് നൽകി തന്നിരിക്കുന്ന ഉപജീവന വഴികളെ നഷ്ടപ്പെടുത്തി കളയാ. ശത്രുവായവൻ ആ മേഖലകളൊക്കെ ബന്ധിച്ചൊതുക്കുവാൻ ശ്രമിക്കുന്ന ആ പദ്ധതികളെ ഇന്ന് പകൽ നിങ്ങൾ പറയുകയാണ്, അതെ എൻ്റെ കുടുംബത്തിനകത്ത് ഇങ്ങനെ ചില പ്രവർത്തികൾ നടക്കുന്നുണ്ട്, ദൈവം നൽകി തന്നിരിക്കുന്നതിന് എന്നിൽ നിന്നും അപഹരിച്ചു കളയുവാൻ ശ്രമിക്കുന്ന ചില ഇരുട്ടിന്റെ വ്യാപാരങ്ങളെ ദൈവദാസൻ ഞാൻ തിരിച്ചറിയുന്നുണ്ട്. എങ്കിൽ ഇന്ന് പകൽക്കാലം ആ ബന്ധനം മുറുകുന്നതിന് മുന്നമേ ഹല്ലേലൂയ, യേശുവിന്റെ നാമത്തിൽ ആ കെട്ട് യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ. ഏതൊക്കെയോ മേഖലകളിൽ ദൈവം നൽകി തന്ന തലമുറകൾ നിങ്ങൾക്ക് ഉപകാരപ്രദമാകാതിരിക്കാൻ, ദൈവം നൽകി തന്ന കുടുംബജീവിതങ്ങൾ നിലനിൽക്കാതിരിക്കാൻ, ദൈവം നൽകി തന്ന നന്മയുടെ വഴികൾ അത് നിങ്ങൾക്ക് തിന്മയായി തീരുവാൻ വേണ്ടി എവിടെയൊക്കെയോ ശുദ്ര ആഭിചാര പ്രയോഗങ്ങളിലൂടെ നിങ്ങളുടെ ജീവിതത്തെ തകർത്തു കളയുവാൻ ശ്രമിക്കുന്ന ആ ഇരുട്ടിന്റെ ബന്ധനങ്ങളെ യേശുവിന്റെ നാമത്തിൽ ശാസിച്ച് അതിന്റെ മീതെ ജയമെടുക്കുകയാണ്. കർത്താവേ, ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ആ കുടുംബങ്ങൾക്കകത്ത് ദൈവപ്രവർത്തികൾ വെളിപ്പെടട്ടെ. കണ്ടോ, ആഭിചാരത്തിലൂടെ എന്തിനെയാ ബന്ധിക്കുന്നേ? ദൈവം നൽകി തന്നിരിക്കുന്ന നന്മകളെ, കൃപകളെ, പ്രാർത്ഥനാ ജീവിതത്തെ, അഭിഷേകത്തെ നഷ്ടപ്പെടുത്തുവാൻ ശ്രമിക്കുന്ന ഇരുട്ടിന്റെ ശക്തികൾ. കണ്ടോ, അടുത്ത ആഭിചാരത്തിലൂടെ ചെയ്യുവാൻ ശ്രമിക്കുന്ന പദ്ധതി എന്തെന്ന് നോക്കിയാൽ അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 8-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യം. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 8-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, എന്നാൽ ശീമോൻ എന്ന് പേരുള്ള പുരുഷൻ ആ പട്ടണത്തിൽ ആഭിചാരം ചെയ്ത് താൻ മഹാൻ എന്ന് പറഞ്ഞ് ശമര്യ ജാതികളെ ഭ്രമിപ്പിച്ചു പോന്നു. കണ്ടോ, ആഭിചാരം ചെയ്യുന്നവൻ ജനത്തെ എന്ത് ചെയ്യുകയാണ്? ഭയപ്പെടുത്തുകയാണ്. അകത്തളങ്ങളിൽ ഈ ഇടയായി ഭയം കയറുന്നുണ്ടോ? ദൈവത്തിന്റെ ശക്തനായിരുന്ന അഭിഷിക്തനാണ് ഏലിയാവ്. എന്നാൽ ഏലിയാവിന്റെ അകത്ത് ഭയം കയറിയിട്ട് ഇപ്പൊ പുള്ളി പറയാൻ, എനിക്ക് മരിച്ചാ മതി. ആഭിചാരവും ക്ഷുദ്രപ്രയോഗവും ചെയ്യുന്ന ഈസബേൽ അവനെ നോക്കി വെല്ലുവിളിച്ചു. ശരിയാണ്, പക്ഷേ വെല്ലുവിളിച്ചവൾ വെല്ലുവിളിക്കുക മാത്രമല്ല, ആഭിചാര ക്രിയകളിലൂടെ സ്വത്രം ക്ഷുദ്രപ്രയോഗങ്ങളുടെ അഭിഷേകത്താൽ ഉള്ളവനെ തകർത്ത് കളയുവാൻ ഭയത്തിന്റെ ആത്മാവിലൂടെ ചില പ്രവർത്തികൾ ചെയ്യുവാനിടയായി. എങ്കിൽ ഇന്ന് പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ ഏലിയാവ് ശക്തമായി കൊട്ടാരത്തിനകത്ത് ധൈര്യത്തോടെ കടന്നുപോയി ദൈവത്തിന്റെ ആത്മാവ് കൊടുത്ത ആലോചനയെ വിളിച്ചു പറഞ്ഞവന്റെ ഹൃദയത്തിനകത്ത് പെട്ടെന്നൊരു ഭയം വന്നെങ്കിൽ അത് ഒരു സ്ത്രീയുടെ കേവലം ചില വാക്കുകൾ കൊണ്ടല്ല, അതിനകത്ത് അതിന്റെ പുറകിൽ ഏലിയാവ് പോലും അറിയാതെ ചലിച്ച ചില ആഭിചാര ക്രിയകളുണ്ട്, ചില ശുദ്ര പ്രയോഗങ്ങളുണ്ട്. ഇന്ന് പകൽക്കാലം കഴിഞ്ഞ നാളുകളിൽ ജീവിക്കണം, എൻ്റെ തലമുറകൾക്ക് വേണ്ടി ജീവിക്കണം, എൻ്റെ കുടുംബത്തിന് വേണ്ടി ജീവിക്കണം, ദൈവനാമ മഹത്വത്തിന് വേണ്ടി ജീവിക്കണമെന്ന് ആഗ്രഹിച്ച് മുമ്പോട്ട് ചുവടുവെച്ച നിങ്ങളുടെ ഹൃദയത്തിനകത്ത് മരിച്ചാ മതി എന്നുള്ള ചിന്തകൾ കയറിയിട്ടുണ്ടോ? തല പോകേണ്ടി വന്നാലും ക്രിസ്തുവിന് വേണ്ടി നിൽക്കുമെന്ന്
ഹല്ലേലൂയ സ്തോത്രം, ഒരു ധീര പോരാളിയെ പോലെ മുമ്പിൽ നിന്ന് നിങ്ങൾ ഇപ്പോൾ എന്തൊക്കെയോ കണ്ട് ഭയപ്പെട്ട് എന്തിനാ ഞാൻ ഇങ്ങനെ ജീവിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? എങ്കിൽ ഇതിന്റെ പുറകിൽ അത് ചലിക്കുന്ന ചില കരങ്ങളുണ്ട്, ഇതിന്റെ പുറകിൽ കിടക്കുന്ന ചില ബന്ധനങ്ങളുണ്ട്. ആത്മാവിൽ തിരിച്ചറിഞ്ഞുകൊണ്ട് ഇന്ന് പകൽക്കാലം ശാസിക്ക്. ഇതിനെ നിസ്സാരമായി കാണരുത്. നിന്നെയും കൊണ്ടേ പോകത്തുള്ളൂ എന്ന് ചിന്തിച്ച് നിൽക്കുന്ന ആഭിചാര മണ്ഡലങ്ങൾ, ആഭിചാര ബന്ധനങ്ങൾ, ആഭിചാര ശക്തികളെ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ഒരു ദൈവപ്രവൃത്തി സംഭവിക്കുകയാണ്. ആ മരണഭീതികൾ വിട്ടുമാറട്ടെ. ഹല്ലേലൂയ സ്തോത്രം. ആ കാരണത്തിൽ അകത്ത് കയറി പിടിച്ചിരിക്കുന്ന ഭീതികൾ, ഭയപ്പാടുകൾ വിട്ടുമാറട്ടെ. എൻ്റെ ജീവിതം എന്തായിത്തീരും, എൻ്റെ തലമുറയുടെ ജീവിതം എന്തായിത്തീരും, ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല, ഞങ്ങൾ കുടുംബമായി മരിക്കുന്നതാണ് നല്ലത്, ഇതിൽ നിന്നും പുറത്തു വരാൻ പറ്റത്തില്ല, ഈ സാഹചര്യം ഞങ്ങളെയും കൊണ്ട് മാത്രം ഈ പ്രതിസന്ധി ഇനി പോകത്തുള്ളൂ, ഈ പ്രതിസന്ധി വിടുതൽ പ്രാപിക്കാൻ പറ്റത്തില്ല, ഈ പ്രശ്നത്തിൽ നിന്ന് പുറത്തു വരുവാൻ പറ്റത്തില്ല, ഇനി നീ എത്ര ശ്രമിച്ചിട്ടും കാര്യമില്ല, നീ ഇതിനകത്ത് കിടന്ന് നരകിക്കത്തേ ഉള്ളൂ എന്ന് ശത്രുവായവൻ അകത്തളങ്ങളിൽ ഭീതിപ്പെടുത്തുന്ന സ്വരങ്ങളെ കടത്തിവിടുമ്പോൾ ആത്മാവിൽ അതിനെ ശാസിക്കുക. അത് ശത്രുവിന്റെ ബന്ധനമാണ്. നീ നാട് വിട്ടുപോകാൻ, ഈ ഭവനത്തിനകത്ത് ഇനി ജീവിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഈ ഭവനം അങ്ങ് വിറ്റുകളയാ, ഇതിനകത്ത് സ്വസ്ഥയോടെ ജീവിക്കാൻ പറ്റത്തില്ല. എവിടെയൊക്കെയോ നിന്നെ ഭയപ്പെടുത്തി നിനക്ക് ദൈവം തന്നിരിക്കുന്ന നന്മകളെ വിറ്റിട്ട് ഓടുവാൻ, ദേശം വിട്ട് ഓടുവാൻ ഹല്ലേലൂയ പിശാചിന്റെ പദ്ധതിയാ. വിട്ടുകൊടുക്കരുത്. നീയും നിന്റെ കുടുംബം അവിടെ നിൽക്കും. ഹല്ലേലൂയ വേദപുസ്തകത്തിനകത്ത് ഒരു വാക്യമുണ്ട്, അവർ പ്രാർത്ഥിച്ച് വീട്ടിനകത്ത് അനുഗ്രഹത്തെ വരുത്തിയെന്ന്. ശാപമെന്ന് പറഞ്ഞ നിന്റെ ഭവനത്തിനകത്ത് നീ പ്രാർത്ഥിച്ച് അനുഗ്രഹത്തെ വരുത്ത്. ബന്ധനമുണ്ടെന്ന് പറഞ്ഞ നിന്റെ ഭവനത്തിനകത്ത് ദൈവത്തിന്റെ അനുഗ്രഹം വരുമെന്ന്. ബന്ധനത്തെ കണ്ട്, പോരാട്ടത്തെ കണ്ട്, പ്രതിസന്ധികളെ കണ്ട് നിരാശപ്പെടല്ലേ. അതിനെ അഴിച്ച് അതിൽ നിന്ന് വിടിവിച്ച് പുറത്തെടുത്ത് നീ എവിടെ തകരുമെന്ന് പറഞ്ഞു അവിടെ മാനിക്കുക ശക്തനായ ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. ബന്ധനമുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല, ആഭിചാരമുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല, ക്ഷുദ്രപ്രയോഗമുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല, ലക്ഷണവിദ്യകൾ ഉണ്ട് ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ അതിനെയെല്ലാം തകർക്കുവാൻ ഉള്ള അഭിഷേകം ദൈവം നമ്മുടെ അകത്ത് തന്നിട്ടുണ്ട്. ഇതിനെ കണ്ട് ഭയപ്പെടരുത്. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ ഈ ആഭിചാരത്തിലൂടെയും ഹല്ലേലൂയ ഈ ക്ഷുദ്രപ്രയോഗങ്ങളിലൂടെയൊക്കെ ഏത് തരത്തിൽ ബന്ധിക്കുന്നു എന്ന് വേദപുസ്തകം പറയുന്ന കാര്യങ്ങൾ മുമ്പിലോട്ട് വെക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ അതിനെ ഭയപ്പെടാനല്ല ഞാൻ നിങ്ങളോട് പറയുന്നത്. ഉണ്ടാകട്ടെ, എന്തെല്ലാം ഉണ്ടോ, മന്ത്രവാദം ഉണ്ടാകട്ടെ, ആഭിചാരം ഉണ്ടാകട്ടെ, ക്ഷുദ്രപ്രയോഗങ്ങൾ ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. ആഭിചാരം ചെയ്യുന്നവൻ നമ്മുടെ വീട്ടുമുറ്റത്ത് വന്നിരുന്ന് ഇനി ആഭിചാരം ചെയ്താലും ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന ദൈവ വൈതലിനെ തൊടാൻ പറ്റത്തില്ല. ഏതൊക്കെ തരത്തിൽ ബന്ധനങ്ങൾ കടന്നാലും ആ ബന്ധനങ്ങളെ അഴിച്ച് വിടുവിക്കുന്ന ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. ഇന്ന് പകൽക്കാലം വിശ്വസിച്ച് പറയുക, യേശുവിന്റെ നാമത്തിൽ എൻ്റെ കുടുംബത്തിനകത്ത് വിടുതലുകൾ സംഭവിക്കട്ടെ. ഹല്ലേലൂയ. അപ്പോൾ ഭയപ്പെടുത്തി ഓട്ടിക്കുക. കുടുംബജീവിതത്തിനകത്ത് ആയിരിക്കുന്ന തലമുറകളെ കുടുംബം ഇനി ഒരുമിച്ച് ഈ കുടുംബത്തിനകത്ത് പോകാൻ പറ്റത്തില്ല. ഭയപ്പാടുകളെ കൊണ്ടിടുക, കുടുംബജീവിതത്തെ തകർത്ത് കളയുക. വിദ്യാഭ്യാസം ചെയ്യുന്ന തലമുറകൾക്ക് പരീക്ഷയോട് അടുക്കുമ്പോൾ ഭയപ്പാടുകൾ, അങ്ങനെ പല തരത്തിലാണ് ഭയങ്ങൾ വ്യക്തികളെ ബന്ധിക്കുന്നത്. ഈ ഭയപ്പെടുത്തുന്ന ബന്ധനങ്ങളെ യേശുവിന്റെ നാമത്തിൽ ശാസിച്ച് ജയമെടുക്കണം. ഉണ്ടെന്ന് പറഞ്ഞിരിക്കരുത്. അതിനെ തകർക്കുവാനുള്ള ഒരു അഭിഷേകം ദൈവം നമ്മുടെ അകത്ത് തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ അടുത്ത മൂന്നാമതായി ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ ഈ ഭാഗത്തെ അവസാനിപ്പിക്കാം. ഒന്ന്, ക്ഷുദ്രപ്രയോഗങ്ങളുടെ ബന്ധിക്കുന്നു. രണ്ട്, ആഭിചാരങ്ങളുടെ ബന്ധിക്കുന്നു. മൂന്ന്, മന്ത്രവാദത്തിലൂടെ ബന്ധിക്കുന്നു. എന്താണ് തെളിവ്? നമുക്കൊന്ന് വായിക്കാം. പുറപ്പാട് പുസ്തകം 8-ാം അധ്യായം അതിന്റെ 7-ാമത് വാക്യം. പുറപ്പാട് പുസ്തകം 8-ാം അധ്യായം അതിന്റെ 7-ാമത് വാക്യം. ഇവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: മന്ത്രവാദികളും തങ്ങളുടെ മന്ത്രവാദത്താൽ അതുപോലെ ചെയ്തു, മിസ്രയീം ദേശത്ത് തവള കയറുമാറാക്കി. കണ്ടോ? മോശ ചെയ്തതുപോലെ മന്ത്രവാദികളും മന്ത്രവാദത്തിലൂടെ എന്ത് ചെയ്തു? തവളകളെ അയച്ചു. എവിടെ? മിസ്രയീമിൽ. ഹല്ലേലൂയ. മിസ്രയീമിൽ. അവിടെ എങ്ങനെയാണ് ഒരു പദം എഴുതിയിരിക്കുന്നത്? തവളകൾ കയറുമാറായി. എവിടെ കയറി? മിസ്രയീമിൽ. ഭവനങ്ങൾക്കകത്ത്, ഓരോ കൊട്ടാരങ്ങൾക്കകത്തും തവളകൾ കയറി. തവള എന്ന് വെച്ചാൽ എന്താണ്?
തവള എന്ന് പറയുന്നത് ബാധയാണ്, ദുരാത്മാവാണ്. അപ്പോൾ മന്ത്രവാദികൾ മന്ത്രവാദത്തിലൂടെ എന്താ ചെയ്യുന്നത്? മന്ത്രവാദികൾ മന്ത്രവാദത്തിലൂടെ ദുരാത്മാക്കളെ ഭവനങ്ങൾക്കകത്തും തലമുറകൾക്കകത്തും കയറ്റിവിടുന്നു. നമുക്കറിയാം, ഗദരദേശത്ത് കിടന്ന ഭൂതഗ്രസ്തൻ, അവൻ ഒരു അപ്പനും അമ്മയ്ക്കും നന്നായി പ്രയോജനപ്പെടേണ്ടവനായിരുന്നു. തൻ്റെ സഹോദരങ്ങൾക്ക് ഉപകാരപ്രദമാകേണ്ട വ്യക്തിയാണ്. തൻ്റെ സഭയിൽ അവൻ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടേണ്ടവരാണ്. തൻ്റെ ദേശത്ത് ഒരു ഉത്തമ മനുഷ്യനായി, അല്ലെങ്കിൽ ഒരു കുഞ്ഞായി ജീവിക്കേണ്ട ഒരു ചെറുപ്പക്കാരനായിരുന്നു. എന്നാൽ അവന്റെ അകത്ത് ഇപ്പോൾ ആര് കയറിയിരിക്കുക? ഭൂതങ്ങൾ കയറിയിരിക്കുകയാണ്. ഇതാ പറഞ്ഞത്, മന്ത്രവാദികൾ എന്താ ചെയ്യുന്നത്? മന്ത്രവാദത്തിലൂടെ ദുരാത്മാക്കളെ, ബാധകളെ, ദുരാത്മാക്കളെ അയക്കുന്നു. ചില ലക്ഷ്യത്തോടുകൂടെ, ചില ഉദ്ദേശത്തോടുകൂടെ. പിശാച് വരുന്നത് ഒരിക്കലും വളർത്താനല്ല, അവൻ അറുപ്പാൻ, മുടിപ്പാൻ, കൊല്ലാൻ, നശിപ്പിക്കാൻ, ഇല്ലായ്മ ചെയ്യാനാണ്. ദുരാത്മാക്കളെ മന്ത്രവാദികൾ ഒരു വ്യക്തിയെ ലക്ഷ്യമാക്കി, ഒരു കുടുംബത്തെ ലക്ഷ്യമാക്കി അയക്കുന്നതിന്റെ ലക്ഷ്യം ആ കുടുംബത്തെ മുടിക്കുക, ആ തലമുറയെ ഇല്ലായ്മ ചെയ്യുക, ആ വ്യക്തികളെ ബന്ധിച്ച് അവരുടെ ജീവിതത്തെ നരകതുല്യമാക്കി തീർക്കുക. ഭവനത്തിനകത്ത് നിന്ന് ഭൂതഗ്രസ്തൻ ശവപ്പറമ്പിലേക്ക് പോയതുപോലെ ചിലതിനെയൊക്കെ വീട്ടിൽ നിന്നും ഓട്ടിച്ചു കളയുവാൻ വേണ്ടി. എങ്കിലിന്ന് പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ അത്തരത്തിൽ മന്ത്രവാദത്തിലൂടെ ദുരാത്മാക്കളെ ശരീരങ്ങൾക്കകത്തേക്ക് കയറ്റിവിട്ട്, കുടുംബങ്ങൾക്കകത്തേക്ക് കയറ്റിവിട്ട് ബന്ധിക്കുവാൻ ശ്രമിക്കുന്ന ബന്ധനങ്ങൾ യേശുവിന്റെ നാമത്തിൽ പൊട്ടിമാറട്ടെ. ആ ദുരാത്മാവ് ബാധിച്ച മനുഷ്യനെ പറ്റി പറയുകയാണ്. എന്താ എഴുതിയിരിക്കുന്നത്? ആ ദുരാത്മാവ്, അശുദ്ധാത്മാവ് ബാധിച്ചവൻ, അവന് സുബോധം വന്നു. അപ്പോൾ അശുദ്ധാത്മാവ് ഒരുവന്റെ അകത്ത് കയറിയാൽ അവന് സുബോധം നഷ്ടപ്പെടും. അടുത്തെഴുതിയിരിക്കണം, അവൻ വസ്ത്രം ധരിച്ചു എന്ന് വെച്ചാൽ അവന്റെ വിശുദ്ധിയുടെ വസ്ത്രത്തെ നഷ്ടപ്പെടുത്തി കളയുക. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ കുടുംബത്തിനകത്ത് അങ്ങനെ ഉണ്ടോ? സുബോധം നഷ്ടപ്പെട്ട്, വിശുദ്ധിയുടെ വസ്ത്രങ്ങൾ സ്തോത്രം നഷ്ടപ്പെട്ട്, കൃപയില്ലാത്തവനായി, അഭിഷേകമില്ലാത്തവനായി, നാട്ടുകാർക്കും വീട്ടുകാർക്കും സഭയ്ക്കും ഒരു ഭാരമായി ചിലതൊക്കെ കിടക്കുന്നില്ലേ? പരിശുദ്ധാത്മാവ് ഇന്ന് പറയുകയാണ്, നിന്റെ തലമുറ, ആ വ്യക്തി നന്നായി പോയാൽ, സുബോധത്തോടെ നിന്നാൽ, വിശുദ്ധിയിൽ നിന്നാൽ ദൈവത്തിന് വേണ്ടി ശക്തമായി പ്രയോജനപ്പെടുമെന്ന്, അവനിലൂടെ ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുമെന്ന്, ആ വ്യക്തിയിലൂടെ ദേശങ്ങൾ പിടിക്കപ്പെടുമെന്ന്, കുടുംബങ്ങൾ രക്ഷയിലേക്ക് വരുമെന്ന് പിശാചിനറിയാം. അതുകൊണ്ട് ദുരാത്മ മണ്ഡലങ്ങളെ സ്തോത്രം അകത്ത് കടത്തിവിട്ട് ബന്ധിച്ച് നിന്റെ തലമുറയുടെ ഭാവികളെ ഇല്ലായ്മ ചെയ്ത് കളയുവാൻ ശ്രമിക്കുന്ന ആ മന്ത്രവാദ ശക്തികളെ കണ്ട് മൗനമായിരിക്കാതെ, നിങ്ങളുടെ അകത്തൊരു അഭിഷേകം ദൈവം തന്നിട്ടുണ്ട്. നിങ്ങളുടെ അകത്ത് ദൈവം ഒരു ദൈവകൃപയെ തന്നിട്ടുണ്ട്. ഇന്ന് പകൽക്കാലം അതിന്റെ മുമ്പിൽ നിങ്ങൾ കണ്ട് നിരാശരായിരിക്കുകയല്ല, പ്രതിസന്ധികളെ കണ്ട് നിരാശരായിരിക്കുകയല്ല. ആത്മാവിൽ പൈശാചിക മണ്ഡലങ്ങൾ ബന്ധിച്ചു വച്ചിരിക്കുന്ന ബന്ധനങ്ങളെ പൊട്ടിക്കുക. ഹല്ലേലൂയ, ആമേൻ. ആ വിചാരത്തിലൂടെ, ശുദ്രപ്രയോഗങ്ങളുടെ, മന്ത്രവാദത്തിലൂടെ സാത്താൻ ദൈവമക്കളെ ബന്ധിക്കുവാനായി ശ്രമിക്കുന്നുണ്ട്. നമുക്കറിയാം, ദൈവവചനം വായിക്കുമ്പോൾ സ്തോത്രം ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുക, ശിംശോനെ പുതിയ കയറ് കൊണ്ട് ബന്ധിച്ചു. പുതിയ കയറ് കൊണ്ട് ബന്ധിച്ച ബന്ധനത്തിന് ശിംശോൻ ഇരുന്നെന്നാണോ? അല്ല. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് അവന്റെ മേൽ വന്നു. ആ കയർ ചണനൂല് പോലെ എരിഞ്ഞു പോയി. ആ കയർ ദ്രവിച്ചു പോയി. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ബന്ധനത്തിൽ നിന്നും എങ്ങനെ പുറത്തു വരാമെന്ന് ചോദിച്ചാൽ, ബന്ധനത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാനുള്ള ഒരു മാർഗമെന്ന് വചനം പറയുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി വെളിപ്പെടണം. നിന്റെ മേൽ ദൈവശക്തി വെളിപ്പെടുമ്പോൾ ആത്മാവിന്റെ ശക്തിയാൽ ആ ബന്ധനങ്ങൾ എരിയപ്പെടും, ആ കെട്ടുകൾ പൊട്ടപ്പെടും. ഇന്ന് പകൽക്കാലം ചിലത് ദ്രവിച്ചു പോകുവാനിടയാകും. ഒന്നിനോടൊന്ന് ഇനി ഒരിക്കലും യോജിക്കുവാൻ കഴിയാത്ത വിധത്തിൽ ശത്രു ബന്ധിച്ച ബന്ധനങ്ങളെ എന്റെ ദൈവം ചാമ്പലാക്കുകയാണ്. ആത്മാവിലെ ദൂതനെ ഏറ്റെടുത്ത് അഭിഷേകമുള്ള സ്തോത്രം അഭിഷിക്തന്മാർ പെട്ടകത്തെ തോളിൽ വെച്ചുകൊണ്ട് സ്തോത്രം യോർദാനിൽ, മരണ യോർദാനിൽ കാല് വെച്ചപ്പോൾ
യോർദാൻ പിൻവലിഞ്ഞു പോയെന്ന് എഴുതിയിരിക്കുന്നു. എന്ന് വെച്ചാൽ എവിടെ നിന്നാണ് ഒഴുകി വന്നത് അവിടേക്ക് യോർദാൻ തിരിച്ചുപോയി. ബന്ധനങ്ങൾ എവിടെ നിന്ന് വന്നു, ദുരാത്മ ശക്തികൾ എവിടെ നിന്ന് വന്നു, ഇന്ന് പകൽക്കാലം അവിടേക്ക് തിരിച്ചു പോവുകയാണ്. നിന്റെ കുടുംബത്തെ തകർക്കാൻ, നിന്റെ തലമുറകളെ ബന്ധിക്കാൻ, നിന്റെ നന്മകളെ ചോർത്തിക്കളയാ, നിന്റെ കൃപകളെ ഇല്ലായ്മ ചെയ്ത് കളയാ, നിന്റെ കുടുംബത്തിലെ സ്വസ്ഥതകളെ നഷ്ടപ്പെടുത്തി കളയാ. ശത്രുമണ്ഡലങ്ങൾ ഏത് മണ്ഡലത്തിൽ നിന്ന് വന്നു ഇന്ന് പകൽക്കാലം അവിടെ തിരിച്ചു പോകുന്നു. അഭിഷേകത്തോടുകൂടെ നീ പ്രാർത്ഥിക്കൂ. അഭിഷേകമുള്ളവർ കാല് യോർദാനിൽ ചവിട്ടിയപ്പോൾ യോർദാൻ പിൻവലിഞ്ഞു പോയതുപോലെ അഭിഷേകമുള്ളവന്റെ കയ്യിൽ അണലി ചുറ്റിയപ്പോൾ എവിടെ നിന്നാണോ അണലി കയറിയത് ആ വിറക് കടന്നിടത്തേക്ക് തിരിച്ചതിനെ കൊടഞ്ഞു കളഞ്ഞതുപോലെ ഇന്ന് പകൽക്കാലം ആത്മാവിൽ പ്രതികരിക്കുക. അഭിഷേകത്തിന്റെ ശക്തിയാൽ ഈ ബന്ധനങ്ങൾ അഴിയുകയാണ്. 116 സങ്കീർത്തനം അതിന്റെ 16 വാക്യത്തിൽ പറയുകയാണ്, ദൈവം ഇറങ്ങി വന്ന് ബന്ധനങ്ങളെ അഴിച്ചു. ദാവീദിന്റെ ജീവിതത്തിൽ കിടന്ന ബന്ധനത്തെ എന്റെ ദൈവം അഴിച്ചു കളയുവാനിടയായി. 107 സങ്കീർത്തനം അതിന്റെ 14 വാക്യം വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുകയാണ്, ദൈവം ബന്ധനങ്ങളെ അറുത്തുകളഞ്ഞു. അഴിക്കാൻ കഴിയാത്ത വിധത്തിൽ എത്ര വലിയ കെട്ടിട്ട് ബന്ധിച്ചാലും ഊരാ കുടിക്കിനകത്ത് നിന്നെ ബന്ധിച്ചിട്ടാലും നിരാശപ്പെടണ്ട. വചനമെന്ന വാളുകൊണ്ട് ദൈവം അതിനെ അറുത്തു കളയും. റോബാല ശേഖേരി അന്തൽ കൗടപതന നിങ്ങളെ കുടുംബത്തിനകത്ത് ഈ വിടുതൽ സംഭവിക്കുകയാണ്. ഞാനൊരു അല്പം വേഗത്തിൽ ഈ ദൂതിനെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ ഇന്ന് പകൽക്കാലം നിരാശപ്പെടണ്ട. അഴിയാൻ കഴിയത്തില്ല സഹോദരി, നീ വിടുതൽ പ്രാപിക്കത്തില്ല. സഹോദര, നീ പുറത്തു വരുവാൻ സാധ്യതയില്ല. നിന്റെ തലമുറകൾ വിടുതൽ പ്രാപിക്കത്തില്ലെന്ന് ഇനി ആരെല്ലാം പറഞ്ഞാലും ആ വിധത്തിൽ ചുറ്റിക്കെട്ടിയിട്ടിരിക്കുന്ന വിഷയമാണ്. ആ വിധത്തിൽ ബന്ധിച്ചിട്ടിരിക്കുന്ന ബന്ധനത്തിനകത്ത് കുരുങ്ങിക്കിടക്കുക. എന്നാരെല്ലാം പറഞ്ഞാലും നിരാശപ്പെടണ്ട. ദൈവം പറയുന്നു, ഞാൻ അതിനെ അറുത്തു കളയും. വചനമെന്ന വാളുകൊണ്ട് അറുത്തു കളയും. അഭിഷേകത്താൽ എരിച്ചു കളയും. അഭിഷേകത്തിന്റെ ശക്തിയാൽ ദ്രവിച്ചു കളയും. അടുത്ത ദൈവവചനം പറയുന്നു, ഞാൻ അതിനെ അഴിക്കും. അഴിക്കാത്ത കഴിയാത്ത വിധത്തിൽ ഇനി ആരൊക്കെ ബന്ധിച്ചാലും അതിനെ വചനമെന്ന വാളുകൊണ്ട് അറുത്തു കളയും. ബന്ധനമുണ്ട്, പോരുകളുണ്ട്, പോരാട്ടങ്ങളുണ്ട്. എന്നാൽ ദൈവമക്കൾ അതിനെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. അതിനെ തകർക്കാനുള്ള അഭിഷേകം ദൈവം എൻ്റെയും നിങ്ങളുടെയും അകത്ത് തന്നിട്ടുണ്ട്. ഗദരദേശത്ത് കിടക്കുന്ന ഭൂതഗ്രസ്തനെ ആ നാട്ടിലുള്ളവർ ചങ്ങലകൾ കൊണ്ട് ബന്ധിച്ചു. ആ നാട്ടിലുള്ളവർ വിലങ്ങുകൾ കൊണ്ട് അവനെ ബന്ധിച്ചു. അവിടെ വേദപുസ്തകം വായിക്കുമ്പോൾ എഴുതിയിരിക്കുകയാണ്, അവൻ ആ ചങ്ങലകളെ വലിച്ചു പൊട്ടിച്ചു, വിലങ്ങുകളെ ഉരുമി പൊട്ടിച്ചു. നോക്കിയേ, അവന്റെ ശക്തി കൊണ്ടല്ല അത് ചെയ്തത്. ഒരു മനുഷ്യന്റെ കായിക ബലം കൊണ്ട് ചങ്ങലയെ വലിച്ചു പൊട്ടിക്കാനോ വിലങ്ങിനെ പൊട്ടിച്ചു കളയുവാനോ പറ്റത്തില്ല. പിന്നെ എങ്ങനെയാണ് ആ ഭൂതഗ്രസ്തൻ ആ ചങ്ങലയെ പൊട്ടിച്ചതും വിലങ്ങിനെ പൊട്ടിച്ചത്? അവന്റെ അകത്തിരുന്ന ദുരാത്മാവിന്റെ ശക്തിയാണ്. ദുരാത്മാവിന്റെ ശക്തി കൊണ്ട് മനുഷ്യൻ ബന്ധിച്ച ബന്ധനത്തെ അവന് പൊട്ടിക്കാൻ കഴിഞ്ഞുവെങ്കിൽ എന്റെയും നിങ്ങളുടെയും അകത്തിരിക്കുന്നത് ദുരാത്മാവിന്റെ ശക്തിയല്ല, ദൈവാത്മാവിന്റെ ശക്തിയാണ്. ആ ശക്തിയെ തിരിച്ചറിയേ. നിങ്ങളുടെ അകത്തിരിക്കുന്ന ശക്തിയെ കൊച്ചായി നിങ്ങൾ കാണരുതേ, കുറച്ച് കാണരുതേ. ദുരാത്മാവ് എന്തോ സംഭവമാണ്, പിശാച് എന്ത് സംഭവമാണെന്ന് നിങ്ങൾ കാണരുതേ. അവനേക്കാൾ വലിയവൻ നിങ്ങളെ കൂടെയുണ്ട്. ഹല്ലേലൂയ. ആ ശക്തിയെ തകർക്കുവാനുള്ള ദൈവശക്തി എൻ്റെ ദൈവം നിങ്ങളെയും എൻ്റെയും അകത്ത് തന്നിട്ടുണ്ട്. എങ്കിൽ ഇന്ന് പകൽക്കാലം മുട്ടുകൾ മടക്കി ദൈവസന്നിധി പ്രാർത്ഥിച്ച് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോകുന്നു. മഹാപരിശുദ്ധനും നിത്യനും നീതിമാനും വാഴ്ത്തപ്പെട്ടവനുമായ ഞങ്ങളുടെ സ്വർഗീയ നല്ല കർത്താവേ, ഈ നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൂതിനെ അങ്ങ് അവിടെ നിന്ന് കേൾപ്പിച്ചു. എന്താണ് ബന്ധനം? ഏത് വിധത്തിലാണ് ബന്ധിക്കപ്പെടുന്നത്? ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ബന്ധനമുണ്ടെങ്കിൽ എങ്ങനെ അത് തിരിച്ചറിയുവാൻ കഴിയോ? ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന വ്യക്തി എന്നും ബന്ധനത്തിനകത്ത് കിടക്കുമെന്നല്ല, അവരെ ദൈവം ബന്ധനത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരും. എങ്ങനെ ബന്ധനത്തിൽ നിന്ന്
പുറത്തു വരുവാൻ കഴിയുമെന്നും അങ്ങ് വചനത്തിലൂടെ വ്യക്തമായി ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്നു. ഈ സന്ദേശത്തിന്റെ മുമ്പിൽ ആരെല്ലാം പ്രാർത്ഥിക്കുന്നുവോ ആ ജനത്തിന് വേണ്ടി അടിയൻ പ്രാർത്ഥിക്കുന്നു. അവര് ലോകത്തിന്റെ ഏത് വൻകരയിലായാലും, അവർ ഏത് ദേശത്തായാലും, ഏത് പട്ടണത്തിലായാലും, അവരിപ്പോൾ ഏത് സാഹചര്യത്തിനകത്തായാലും കർത്താവേ, അങ്ങ് തന്നിരിക്കുന്ന അഭിഷേകത്തോടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അങ്ങയുടെ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അവരുടെ കുടുംബത്തിൽ, അവരുടെ തലമുറകളിൽ, അവരുടെ ജീവിതത്തിൽ യേശുവിന്റെ നാമത്തിൽ വലിയ ദൈവപ്രവൃത്തി ഇപ്പോൾ വെളിപ്പെടട്ടെ. ശത്രുവായ ശുദ്ര പ്രയോഗങ്ങളുടെ, മന്ത്രവാദങ്ങളുടെ, ആഭിചാരങ്ങളുടെ ബന്ധിച്ചിട്ടിരിക്കുന്ന ബന്ധനങ്ങൾ പൊട്ടി അവർ ദൈവിക വിടുതൽ പ്രാപിച്ച് പുറത്തു വരട്ടെ. യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവ് ഭവനങ്ങൾക്കകത്ത്, വ്യക്തികൾക്കകത്ത് വാസം ചെയ്യട്ടെ. ദുരാത്മ ശക്തികൾ പുറത്തു പോകട്ടെ, അശുദ്ധാത്മാക്കൾ പുറത്തു പോകട്ടെ. ശുദ്രപ്രയോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ തകരട്ടെ. മന്ത്രവാദ ശക്തികൾ തകരട്ടെ, ആഭിചാര ശക്തികൾ തകരട്ടെ. സകല ബന്ധനങ്ങൾ യേശുവിന്റെ നാമത്തിൽ പൊട്ടിമാറട്ടെ. ഞങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ദുരാത്മാക്കൾ ചിലരെ വിട്ട് മാറുകയാണ്, തലമുറകളെ വിട്ട് മാറുകയാണ്, കുടുംബങ്ങളെ വിട്ട് മാറുകയാണ്. യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു, യേശുവിന്റെ നാമത്തിൽ വിട്ടുപോ പിശാചേ. റാബാലാബ, നീട്ടിരിക്കുന്ന സകല ബന്ധനങ്ങളെയും എടുത്തുകൊണ്ട്, നീട്ടിരിക്കുന്ന സകല കെട്ടുകളെയും എടുത്തുകൊണ്ട്, നീട്ടിരിക്കുന്ന സകല പോരാട്ടങ്ങളെയും എടുത്തുകൊണ്ട് ഇപ്പോൾ പുറത്തു പോകുവാൻ യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. കർത്താവേ, വിശ്വാസത്തോട് ഞങ്ങൾ ദൈവസന്നിധി പ്രാർത്ഥിക്കുമ്പോൾ അങ്ങ് അതിൻ്റെ മീതെ ദൈവപ്രവൃത്തികളെ വെളിപ്പെടുത്തിയിരിക്കുന്നതിനായി സ്തോത്രം. അങ്ങയുടെ മക്കൾക്കായി ദൈവം അത്ഭുതങ്ങളെ ചെയ്തിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. ദൈവം നമ്മെ ഓരോരുത്തരെയും ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.